നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണം. കരങ്ങളെ ഉയർത്തി അടിച്ചുകൊണ്ട് നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ചെറ നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. സ്വർഗം തുറക്കുന്നതും ദൈവമിരിക്കുന്നതും കാണുവാനെന്നുൾ കണ്ണു തുറന്നിടണേ. സ്തെഫാനോസിനെ പോൽ എന്നുമെന്നും ഞങ്ങളെ സത്യത്തിന്റെ സാക്ഷികളാക്കണമേ. സ്വർഗം തുറക്കുന്നതും ദൈവമിരിക്കുന്നതും കാണുവാനെന്നുൾ കണ്ണു തുറന്നിടണേ. സ്തെഫാനോസിനെ പോൽ എന്നുമെന്നും ഞങ്ങളെ സത്യത്തിന്റെ സാക്ഷികളാക്കണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ശക്തിയോടെ നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കരങ്ങൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒന്ന് എണീറ്റ് നിൽക്കാമോ? ചേർന്ന് എല്ലാ മക്കൾക്കും ദൈവസന്നിധിയിൽ ഒന്ന് എണീറ്റ് നിൽക്കാവോ? ഹല്ലേലൂയ. എല്ലാവരും ചേർന്നൊന്ന് എണീറ്റ് നമ്മൾ അല്പസമയം ത്രിയേക ദൈവത്തെ ചേർന്ന് ആരാധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. സർവ്വമാലാഖമാരോടും വിശുദ്ധരോടും ഒപ്പം ഹല്ലേലൂയ. ഇപ്പൊ പാടിയ പാട്ട് എത്ര പേർക്ക് അറിയാം? കരങ്ങളെ വീശി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊന്നുകൂടി ചേർന്ന് നമ്മൾ പാടാൻ പോവുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമാണ്? കരങ്ങളെ അടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് മാത്രം കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ അടിച്ചുകൊണ്ട് ശക്തിയായി ചേർന്ന് പഠിക്കും. നിറയണമേ, 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 കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുക. ഒരിക്കൽ കൂടി നിറയണമേ, 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 കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. എന്ന് പഠിക്കേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. ചേർന്ന് കരങ്ങളെ ഉയർത്തി അടിച്ചുകൊണ്ട് നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. ചേർന്ന് പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ.
ചൊരിയണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണം. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴു. കരങ്ങൾ വീശി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് കരങ്ങളെ അടിച്ചുകൊണ്ട് കർത്താവിനെ ഒരിക്കൽ കൂടി ഒന്ന് മാത്രം കൊടുത്തേ. ശക്തിയായ കരങ്ങളെ അടിച്ചുകൊണ്ട് ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി ഹല്ലേലൂയ. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണല്ലേ. ഇന്ന് നമ്മളെ ദൈവം ഒത്തിരി അധികം അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇത്രയും കാലം നമ്മളോട് കൂടെ കർത്താവിൻ്റെ അഭിഷിക്തന് ഇല്ലായിരുന്നു. ഇന്ന് കർത്താവിൻ്റെ അഭിഷിക്തനും സന്യസ്തരും ഒക്കെ നമ്മളോട് ചേർന്ന് ഒത്തുചേർന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുവാനും നമ്മളോടുകൂടി ആയിരിക്കുവാനും നമ്മളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനും ഒക്കെ ആയിട്ട് അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി അഭിമാനമുണ്ട്. നമ്മളിപ്പോൾ കത്തോലിക്ക സഭയോട് ചേർന്ന് കത്തോലിക്ക സഭയുടെ അനുഗ്രഹത്താലും ആശീർവാദത്താലും അനുവാദത്താലും ഒക്കെ ചേർന്നാണ് നമ്മുടെ എല്ലാ ശുശ്രൂഷകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്രദറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെയാണ്. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ സൂചിപ്പിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയുകയാണ്. നമ്മുടെ നാഥനും രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ലോകത്തിലെ 5 വൻകരകളിൽ പടർന്ന് പന്തലിച്ച് വ്യാപിച്ച് കിടക്കുന്ന ബ്രദറിലൂടെ ഈ രാജ്യങ്ങളിലുമൊക്കെ ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹീതനായ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ ലീഡ് ചെയ്യുന്ന നയിക്കുന്ന നമ്മുടെ ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ നമ്മുടെ സഭയുടെ കീഴിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി അഭിമാനത്തോടു കൂടി പരിശുദ്ധ കത്തോലിക്ക സഭയുടെ കീഴിൽ നിന്നുകൊണ്ട് തന്നെ ഒത്തിരി അഭിമാനത്തോടും പതുക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അഹങ്കാരത്തോടും കൂടി നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ കഴിഞ്ഞതു ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. ഈ നിമിഷം നമ്മുടെ സ്വർഗ്ഗം സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് സ്വർഗ്ഗത്തിലെ സകല വിശുദ്ധരോട് ചേർന്ന് നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയവരോട് ചേർന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട 12 ശിഷ്യരോട് ചേർന്ന് 12 ഗോത്രപിതാക്കന്മാരോട് ചേർന്ന് സ്വർഗത്തിലെ സകല വിശുദ്ധരോട് ചേർന്ന് ഇപ്പോൾ ത്രിയേക ദൈവത്തിന് നമ്മളോടൊപ്പം ആരാധനാസ്തുതികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തോരം സന്തോഷമാണ്. സ്വർഗം ഭൂമിയിൽ നിന്നും ഇവിടെ താണിറങ്ങി വന്നിരിക്കുന്ന നിമിഷമാണിത്. നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ശുശ്രൂഷ ഇവിടെ ആരംഭിച്ചിട്ട് നമ്മൾ 3-ാം വർഷത്തിലേക്ക് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പ്രവേശിക്കുകയാണ്. ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവിടെ വന്ന എല്ലാ വ്യക്തികൾക്കും വാരിക്കോരി കൊട്ടയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെ അനുഗ്രഹങ്ങൾ. നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുക എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു അഭിമാനമാണ്. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു വിഹിതം ഞങ്ങൾക്കും കൂടെ തമ്പുരാൻ തരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങളും നിങ്ങളോടൊപ്പം അനുഗ്രഹിക്കപ്പെടുകയാണ്. ഒത്തിരി അഭിമാനമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി ദൈവത്തിന് ഒത്തിരി കൃതജ്ഞത അർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാന്യനായ കർത്താവിൻ്റെ പ്രിയ അഭിഷിക്തനായ നമ്മുടെ തൊട്ടടുത്തുള്ള മണ്ഡപം ആശ്രമത്തിലെ OCD ആശ്രമത്തിലെ ബഹുമാനപ്പെട്ട ജോർജ് മുണ്ടപ്പളക്കലച്ചനാണ്. അദ്ദേഹമാണ് നമ്മളോട് നമുക്ക് വേണ്ടി ബ്ലസ് ചെയ്യുകയും നമ്മുടെ ശുശ്രൂഷകൾ ആരംഭിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തോടൊപ്പം കണ്ടില്ലേ നമ്മുടെ സന്യസ്തർ വന്നിരിക്കുന്നത് കർത്താവിൻ്റെ പ്രിയപ്പെട്ട മണവാട്ടിമാരാണ്. കാരണം അവരുടെയൊക്കെ പ്രാർത്ഥനകൾ ഇപ്പോൾ രാവിലെയൊക്കെ ഒത്തിരി സിസ്റ്റേഴ്സ് ബ്രദറിനൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു, എന്നെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി സിസ്റ്റേഴ്സ് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ഈ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപ അതിശക്തമായിട്ട് ഇവിടെ ഒഴുകുന്നതിന് വേണ്ടി വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ദിവ്യകാരണത്തിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് ആരാധനാസ്തുതികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ പ്രാർത്ഥനകൾ നമ്മുടെ സന്യസ്തരുടെയും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഒക്കെ പ്രാർത്ഥന തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം ഇന്ന് കനിഞ്ഞ് അനുഗ്രഹിക്കും. ഇത്രയും കാലം നമ്മൾ കത്തോലിക്ക സഭയോട് ചേർന്നല്ലായിരുന്നു ബ്രദർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, എന്ന് വെച്ചാൽ വേറൊരു സഭയുടെ ഭാഗമല്ല, സ്വതന്ത്രമായിട്ടാണ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്.
ബ്രദർ സ്വതന്ത്രമായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് നമുക്ക് ദൈവം വാരിക്കോരി തന്നത്. അപ്പോൾ സ്വതന്ത്രമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് പ്രിയപ്പെട്ട അഭിഷിക്തനോട് ചേർന്ന് നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ എന്തുമാത്രം അനുഗ്രഹങ്ങളായിരിക്കും ഇന്ന് ദൈവം നമ്മളിലേക്ക് വാരിക്കോരി ചൊരിയാൻ പോകുന്നത്. നമുക്ക് ഒത്തിരി 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 ദൈവത്തിന് നന്ദി പറയാം, ഒത്തിരി ഒത്തിരി പറയാം. അതോടൊപ്പം തന്നെ കുന്നകൈപ്പള്ളിയിലെ വികാരച്ചനും ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ കോലുപള്ളി എന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു കല്യാണം പ്രസ് ചെയ്യാനുള്ളത് കൊണ്ടുണ്ട്. കുന്നകൈപ്പള്ളി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇടവപ്പള്ളിയാണ്, എൻ്റെ വികാരിച്ചനാണ്. അദ്ദേഹവും ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെയും ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയിൽ ഓർക്കുകയാണ്. നിങ്ങളോട് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിങ്ങളെ ബ്ലസ് ചെയ്യുവാൻ വേണ്ടി, നമ്മളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളും ഒക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് മുണ്ടപ്പളക്കലച്ചനെ ഒത്തിരി സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ, ആദരവോടെ, ബഹുമാനത്തോടെ ക്ഷണിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക്സ്. പ്രത്യേക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ വളരെ ആകസ്മികമെന്ന് എനിക്ക് തോന്നുന്ന, പക്ഷെ കർത്താവിന് മുമ്പിൽ ആകസ്മികതയൊന്നുമില്ലല്ലോ. ഞാനൊരു കുറച്ചു കാലമായി ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. കൃത്യമായിട്ട് എനിക്ക് വലിയ ബോധ്യം എന്താ എന്നെനിക്കില്ലായിരുന്നുവെങ്കിലും ഞാനത് ഫോളോ ചെയ്യുമായിരുന്നു. അത് എൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ഞാൻ ധ്യാനപ്രസംഗം നടത്തുന്ന വ്യക്തി എന്ന നിലയിൽ പ്രസംഗങ്ങൾ കേൾക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമാണ്. ഇപ്പോൾ സജിദുരുടെ പ്രസംഗം എനിക്ക് കേൾക്കാൻ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ കേട്ട് നേരിട്ട് കാണാൻ പറ്റി. ഇവിടെ ചെറുപുഴ വരുന്നുണ്ടെന്നുള്ള വിവരം എനിക്ക് അറിയത്തില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഞാനത് മനസ്സിലാക്കുന്നത്. എൻ്റെ സണ്ണ സാർ വഴിയായിട്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത്. അപ്പോൾ സാർ എന്നോട് ഇന്ന് ഇവിടെ വരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ സാറ് പറഞ്ഞതിൽ വരണം, പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഞാൻ വരാൻ കാരണമായി തീരുന്നത്. ഞാൻ എപ്പോഴും അഭിമാനത്തോടെ ഞാൻ എന്ന് എന്നെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുമായിരുന്നു. വൈദികനായി തീർന്നപ്പോൾ യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കി എന്ന് ഒരു തിരുവചനം നമ്മൾ ഓർക്കുന്നുണ്ടാവും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലുണ്ട് 3-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കി. ഞാനൊരു കത്തോലിക്കനായി ജനിച്ചു വളർന്ന ആളാണ്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ജീവിച്ച ഒരു സാധാരണ കുടുംബത്തിൽ ജീവിച്ച് വൈദിക കർമ്മലിത്ത വെളിയിൽ ഈശോയുടെ കർമ്മലിത്ത ജീവിതത്തിലേക്ക്, മാതൃഭക്തിയിലുള്ള കർമ്മലിത്ത ജീവിതത്തിലേക്ക് എന്നെ ഈശോ ക്ഷണിച്ചു. ഇതൊക്കെ ഞാനിങ്ങനെ എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമായ ചിലരോടെങ്കിലും പറയുമായിരുന്നു, എനിക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല, കാരണം യേശു ക്രിസ്തു എൻ്റെ സ്വന്തം, യേശു ക്രിസ്തു ഒരു സ്വന്തമാണ് ഞാൻ എന്ന്. അങ്ങനെ വിശ്വസിച്ച് ഞാനങ്ങനെ എൻ്റെ ഒരു ബോധ്യം അതായിരുന്നു. അങ്ങനെയാണ് ഇന്ന് ഞാൻ വന്നപ്പോഴേ സജിത് ബ്രദറിനെ കാണാനും സംസാരിക്കാനും എനിക്ക് അവസരം ഉണ്ടായി. ഞാൻ ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് ബ്രദർ സംസാരിച്ചപ്പോൾ എൻ്റെ ബോധ്യം ഒന്നും അല്ലെന്ന് എനിക്ക് മനസ്സിലായി. അത്രയേറെ യേശു ക്രിസ്തു സ്വന്തമാക്കിയെന്നുള്ള ഉത്തമമായ ബോധ്യം, അതിൽ നല്ലൊരു വാക്ക് എൻ്റെ മനസ്സിലായി മലയാളത്തിൽ. ഉത്തമമായ ബോധ്യത്തോടെ അദ്ദേഹം എന്നോട് കുറച്ച് സമയം സംസാരിച്ചു. ഞാനത് വളരെ സന്തോഷത്തോടെ, എൻ്റെ കുറേ സംശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അതിനെല്ലാം ഞാൻ ചോദിച്ചൊന്നുമില്ല, അതിനെല്ലാം ഉത്തരങ്ങളും അദ്ദേഹം എന്നോട് സംസാരിച്ചു. യേശു ക്രിസ്തു സ്വന്തമാക്കി. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. അവർ പോയി പ്രഘോഷിച്ചു. ആ പ്രഘോഷണത്തെ കർത്താവ് അടയാളം കൊണ്ട് സ്ഥിരീകരിച്ചു. അതിവിടെ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷം പ്രത്യേകമായി ഈ സമൂഹത്തെ മുഴുവനും ഇന്ന് കർത്താവിൻ്റെ വചനം കേൾക്കാൻ, ഈശോ കുരിശിൽ നേടിയ രക്ഷയുടെ അനുഭവം സംശീകരിക്കാനും സ്വീകരിക്കാനും ആഗ്രഹിച്ച് ലോകത്ത് എവിടെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാവരിലേക്കും കർത്താവിൻ്റെ ആത്മാവ് നിറയട്ടെ. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ യേശു ഓരോ വ്യക്തിയും തൊട്ട് സ്പർശിച്ച് യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കി എന്നുള്ള അവബോധം ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പ്രത്യേകമായി ഈശോ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ഈശോയോട് ചേർന്ന്, സർവ്വവിശുദ്ധരോടും ചേർന്ന് ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലിരിക്കുന്ന സ്നേഹപിതാവിനെ എത്ര ബോധ്യത്തോടെ വിളിക്കാൻ അവകാശം കിട്ടിയവരാണല്ലോ നമ്മൾ. ആ ബോധ്യത്തോടെ ഇന്നത്തെ ശുശ്രൂഷകളെ, പ്രിയപ്പെട്ട ബ്രദറിനെ എല്ലാം യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് യേശുവോട് ചേർന്ന് നിന്ന് നമ്മൾ ഒരുമിച്ച് ആ പ്രാർത്ഥന ചെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ ആഹാരം എന്ന് ഞങ്ങൾ തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഭ്രമത്തിൽപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്ന്
എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥന ചൊല്ലിത്തരുന്നു. ഏറ്റു ചെല്ലാം. കർത്താവായ യേശുവേ, രക്ഷകനായ യേശുവേ, രക്ഷകനായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഇന്നത്തെ ശുശ്രൂഷകളിൽ നിറയണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യവും ഈ സമൂഹത്തിൽ ഇന്ന് ഈ നിമിഷം ഈ ശുശ്രൂഷകളിൽ അങ്ങ് നടത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ ആത്മാവേ, ഈ ശുശ്രൂഷ നിറയണമേ, സത്യപ്രദം നിറയണമേ, യേശുവിനെ ശ്രമിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ, രോഗികളെ സൗഖ്യപ്പെടുത്തണമേ, വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, നിരാശപ്പെട്ടവർക്ക് പ്രതീക്ഷ കൊടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറയാം ഹല്ലേലൂയ. ഉച്ചസ്വരത്തിൽ പറയാം ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട്. കർത്താവേ, ഇത് കാണാൻ എന്റെ കണ്ണും, ഇത് കേൾക്കാൻ എന്റെ ചെവിയും, ഇത് മനസ്സിലാക്കാൻ എന്റെ ഹൃദയവും തുറന്നു തന്നതിന് നന്ദി. ഹല്ലേലൂയ. കർത്താവ് കണ്ണ് തുറന്നു തരാണ്ട് ഈ വാക്യങ്ങൾ നമുക്ക് മനസ്സിലാവത്തില്ല. യേശു ചെവി തുറന്നു തരാണ്ട് ഈ വാക്യങ്ങൾ നമുക്ക് മനസ്സിലാകത്തില്ല. എത്രത്തോളം കർത്താവ് തുറന്നു തരുന്നോ അത്രത്തോളം നമുക്കിത് കാണാനും അറിയാനും മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇന്ന് രാവിലെ ഞാൻ അച്ഛനുമായിട്ട് സംസാരിച്ചപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, എത്ര വലിയൊരു അഭിഷേകമാണ് ആ മനുഷ്യനിലൂടെ കർത്താവ് നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നതെന്ന്. ഇന്ന് നമുക്ക് വലിയ പ്രാർത്ഥനയോടെ, നമുക്കൊരു മനസ്സോടെ ഹല്ലേലൂയ നമുക്ക് ആ ദൈവകൃപയ്ക്കകത്തേക്ക് ഇറങ്ങാം. ഹല്ലേലൂയ. കരം രണ്ടും ഒന്ന് വിരിച്ചു പിടിച്ച്, ശാന്തമായിട്ട് ആ കരം വിരിച്ചു പിടിച്ച് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, നമ്മൾ ഈ ഹോള് നിറഞ്ഞ് കവിഞ്ഞ് ഇവിടെ എല്ലാം സ്ഥലം പോലും ഇടയില്ലാതെ ജനം നിൽക്കുന്നു, നമ്മളെല്ലാവരും കരം വിരിച്ച് നിൽക്കുന്നു. എന്നാൽ അതിലൊക്കെ അപ്പുറത്ത് ഇന്ന് സ്നേഹസ്വരൂപനായ കർത്താവിൻ്റെ ആ വലിയ കൃപയെ നമ്മൾ ഒരുമിച്ച് സ്വീകരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു വെളിപാട് നമ്മുടെ ഹൃദയത്തിൽ വരണം. നാം ഒറ്റയ്ക്കല്ല പ്രാർത്ഥിക്കുന്നത്, സഭ ഒന്നാകെ പ്രാർത്ഥിക്കുകയാണ്. എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ ദിവസങ്ങളിൽ ബ്രദറെ ഞങ്ങൾ ശുശ്രൂഷകൾ കാണുന്നുണ്ട്, ഞങ്ങൾ ഇന്നിടത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ റോസ്മേരി എന്ന് പറയുന്ന ഒരു മദർ സുപ്പീരിയർ എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞു, ഞാൻ 3:45 മുതൽ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നടക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി. ഹല്ലേലൂയ. അപ്പം കേവലം ജീവിച്ചിരിക്കുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന മാത്രം പോലുമല്ല, സകല വിശുദ്ധരോട് ചേർന്നുള്ള പ്രാർത്ഥനയായത്, അപ്പോസ്തോലിക സ്ലീഹന്മാരോട് ചേർന്നുള്ള പ്രാർത്ഥനയായത്, പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനയായത്. ഹല്ലേലൂയ. സകല വിശുദ്ധ മാലാഖമാരോട് ചേർന്നുള്ള പ്രാർത്ഥനയായത്. അപ്പോൾ ഈ സമയത്ത് ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ജീവിച്ചവരും മരിച്ചവരും ഹല്ലേലൂയ സകല വിശുദ്ധ സംഘത്തോടും നമ്മൾ ഒരുമിച്ച് കൈകോർത്ത് പ്രാർത്ഥിക്കുന്നു എന്ന വലിയ അർത്ഥത്തിലേക്ക് വന്നുകൊണ്ട് നമുക്ക് ഒരു മിനിറ്റിൽ കരം വിരിച്ച് സ്തുതിക്കാം കർത്താവിനെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹസ്വരൂപനായ ദൈവമേ, അവിടുത്തെ വലിയ കൃപാകടാക്ഷത്തെ ഓരോ മക്കളുടെ മേലും അയക്കണമേ. കണ്ണീരിനെ തുടച്ച്, വേദനകളെ അടിച്ച്, സകല നിരാശകളെയും പുറത്താക്കി, സകല രോഗങ്ങളെയും പുറത്താക്കി, അവിടുത്തെ കുരിശിന്റെ വിജയത്തിന്റെ ശക്തിയാല് മാരക രോഗവിപത്തുകളെ അഴിച്ച്, എല്ലാ സങ്കടങ്ങളെയും പൊട്ടിച്ച് വിളിച്ചോ യേശുവേ. ഓ
യേശുവേ എന്ന് വിളിച്ചോ, യേശുവേ എന്ന് വിളിച്ചോ, യേശുവേ എന്ന് വിളിച്ചോ, യേശുവേ എന്ന് വിളിച്ചോ. സൗഖ്യത്തിന് സ്വീകരിക്കാൻ തുടങ്ങിക്കോ. നടക്കാൻ വയ്യാത്തവര്, ശരീരം ക്ഷീണിച്ചിരിക്കുന്നവര് എല്ലാവരും സൗഖ്യമാകാൻ തുടങ്ങിക്കോ. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചസ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറഞ്ഞേ ഹല്ലേലൂയ. കൃപയ്ക്കായിട്ട് കരമടിച്ചെന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്ന വാക്കുകൾ എന്നോട് ചേർന്ന് ഉച്ചസ്വരത്തിൽ വേഗത്തിൽ പറയണേ, വേഗത്തിൽ പറഞ്ഞോണേ. യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി കുരിശിൽ ചെയ്തു കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച ഞാൻ ദൈവത്തിന്റെ മകനായി, ദൈവത്തിന്റെ മകളായി തീർന്നിരിക്കുന്നു. യേശുവിലുള്ള വിശ്വാസത്താൽ, കൊലോസ്യോസുകാർക്ക് എഴുതിയ ലേഖനം 2:10 പറയുന്നു, യേശുവിലുള്ള വിശ്വാസത്താൽ നമ്മെ നീതിമാന്മാരും പരിപൂർണരും ആക്കി തീർത്തിരിക്കുന്നു. ഞാൻ വിശുദ്ധനായതല്ല, കർത്താവിന്റെ വിശുദ്ധിയാൽ അവിടുത്തെ വിശുദ്ധി എന്നിൽ വന്ന് അവിടെ തന്നെ വിശുദ്ധീകരിച്ചതാണ്. എന്റെ വിശുദ്ധി എന്റെ ശ്രമമല്ല, സത്യത്തിന്റെ ഫലമാണ്. അടുത്ത പദം പറയുമ്പോൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പറയണം, എന്റെ രോഗം അത്രയും യേശുവിന്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. രോഗമുള്ളിടത്തേക്ക് കൈകൾ വെച്ച് പെട്ടെന്ന് നമുക്ക് ഒരുമിച്ച് വിളിച്ച് പറയാൻ കഴിയട്ടെ, എന്റെ രോഗം അത്രയും യേശുവിന്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. ഇനിയും പറയാം, എന്റെ രോഗം അത്രയും യേശുവിന്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. ഇനിയും പറയുക, എന്റെ രോഗം അത്രയും യേശുവിന്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. ഒരു പ്രാവശ്യം പറഞ്ഞു, എന്റെ രോഗം അത്രയും യേശുവിന്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. യേശുവിനെ ഉയർപ്പിച്ച ശക്തി എന്റെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ട് എനിക്ക് ജീവന്റെ സമൃദ്ധിയോ ദിവ്യാരോഗ്യവുമുണ്ട്. ഒരു പ്രാവശ്യം പറ, യേശുവിനെ ഉയർപ്പിച്ച ശക്തി എന്റെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ട് എനിക്ക് ജീവന്റെ സമൃദ്ധിയോ ദിവ്യാരോഗ്യമുണ്ട്. കടഭാരത്തിന്റെ കെണിയിലായിരിക്കുന്നവർ വിളിച്ചു പറയും, എന്റെ ദാരിദ്ര്യത്തിന്റെ ശാപം യേശു ചുമന്നതിനാൽ യേശുവിൽ ഞാൻ സമ്പന്നനായി തീർന്നിരിക്കുന്നു. യേശുവിനാൽ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളുടെയും അവകാശിയായി ഞാൻ തീർന്നിരിക്കുന്നു. സൽപ്രവൃത്തിക്കായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം അറിയിക്കുവാൻ യേശു എന്നെ നിയമിച്ചിരിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനും ഭൂതങ്ങളെ പുറത്താക്കാനും രോഗികളെ സുഖമാക്കുവാൻ ഭൂതങ്ങളെ മരിച്ചുപോയവരെ ഉയർപ്പിപ്പാനും ഇങ്ങനെ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വിവിധ വീര്യപ്രവൃത്തികൾക്കുമായി യേശുവിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. കരമുയർത്തി പറ, ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണ ജയാളിയാണ്. ഹല്ലേലൂയ. നല്ല സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. സ്തുതികൾക്ക് യോഗ്യനെ ആരാധന. ഹല്ലേലൂയ. വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. ശബ്ദം എല്ലാവർക്കും ക്ലിയർ ആണോ? പുറകിലൊക്കെ എന്നെ നന്നായിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ടോ? അച്ഛായ പുറകിൽ കേൾക്കാൻ കഴിയുന്നുണ്ടോ? സൈഡിൽ കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഈ വർഷത്തും കേൾക്കാൻ കഴിയുന്നുണ്ടോ? എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്നു. വിശേഷിച്ച് ഏറെ ആദരവോടെ ബഹുമാനത്തോടെ നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സന്യസ്തരെ, എനിക്കൊരു സമയമുണ്ടായിരുന്നു, പുരോഹിതർ പൗരോഹിത്യ ബന്ധനമെന്നും സന്യസ്തർ ജീവിതം വേറെന്തിനോ ഒക്കെ വേണ്ടിയും മാറ്റിവെച്ചിരിക്കുന്നു എന്ന ചിന്ത. എന്നാൽ എൻ്റെ ചിന്തയെ മുഴുവൻ മാറ്റിമറിച്ച് അപ്പോസ്തോലിക അധികാരത്തിൻ്റെ കൈവപ്പിൻ്റെ ആഴങ്ങളെ കർത്താവിനെ പഠിപ്പിച്ചപ്പം ഒരിക്കലും ശരിയാകരുതേ എന്ന് പറഞ്ഞ് ഇത് പഠിക്കുവാനും ഇതിൻ്റെ പിന്നാലെ സഞ്ചരിച്ച വ്യക്തിയായിരുന്നു ഞാൻ.
പക്ഷേ ഈ സത്യങ്ങൾ വളരെ എൻ്റെ ഹൃദയത്തെ പിടിച്ചുലച്ചു. എനിക്ക് 4 വർഷങ്ങൾക്ക് മുമ്പ് ഈ സത്യത്തിൻ്റെ വലിയ പരിജ്ഞാനം കിട്ടിയെങ്കിലും ഇത് പറയാനുള്ള ഒരു ധൈര്യമില്ലാതെ നീണ്ട 4 വർഷത്തോളം പ്രാർത്ഥനയിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ അച്ഛനോട് ഞാൻ ഇന്ന് രാവിലെ ഷെയർ ചെയ്തതുപോലെ ഇത് പറയുവാൻ വേണ്ടിയുള്ള ഒരു വലിയ ധൈര്യം കർത്താവ് തന്നു. ഇന്ന് പരിശുദ്ധ സഭയുടെ ഭാഗമായി നിന്ന് നമ്മുടെ കർത്താവിനെ ഉയർത്തുവാൻ കർത്താവ് ഒരുക്കിയ വലിയ അവസരത്തിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. സന്യസ്തരെ, പുരോഹിതരെ, അവരുടെ സാന്നിധ്യത്തെ ഞാൻ അങ്ങേയറ്റം ആദരിക്കുന്നു. അവരോട് ചേർന്ന് കർത്താവ് ഒരുക്കിയ ഈ ശുശ്രൂഷ അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. കടന്നു വന്ന എല്ലാവരെയും ഈശോയുടെ പൊന്നുനാമത്തിൽ വന്ദനം ചെയ്യുന്നു. പിതാവിൻ്റെ സ്നേഹത്തിൻ്റെയും പുത്രൻ്റെ കൃപയുടെയും പരിശുദ്ധാത്മാവിൻ്റെ നിത്യമായ സമാധാനത്തിൻ്റെയും ശക്തി നമുക്ക് വേണ്ടി വ്യാപരിക്കട്ടെ. ശുശ്രൂഷയുടെ ക്രമം ഇങ്ങനെയാകുന്നു. അടുത്ത 25 മുതൽ 30 മിനിറ്റ് വരെയുള്ള സമയം നമ്മൾ വചനം കേൾക്കാൻ പോകുന്നു. അതിനുശേഷം രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ആരംഭിക്കുന്നു. അപ്പോൾ ഈ വചനം കേൾക്കാൻ വേണ്ടി പോകുമ്പം വലിയ പ്രതീക്ഷയോടെ വചനത്തെ സമീപിക്കണം. എനിക്കറിയാം, ഇന്ന് ആംബുലൻസിലും ഒക്കെ ആയിട്ട് ഒരുപാട് രോഗികളെ, പേഷ്യൻസിനെ ഇവിടെ കൊണ്ട് കിടത്തിയിട്ടുണ്ട്. രണ്ട് ആംബുലൻസോളം ആംബുലൻസുകളിൽ ഇവിടെ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. നടക്കാൻ കഴിയാതെ ചുമന്നുകൊണ്ട് വന്നവരുണ്ട്. എല്ലാവരെയും കർത്താവാണ് സൗഖ്യമാക്കുന്നത്. എനിക്ക് ആരെയും സൗഖ്യമാക്കുന്ന സിദ്ധിയില്ല. ഇവർക്കാർക്കും അങ്ങനെ ഉള്ളതായിട്ട് എനിക്കും അറിവുമില്ല. കർത്താവാണ് സൗഖ്യമാക്കുന്നത്. അവിടുത്തെ സൗഖ്യത്തെ നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുവാൻ ഇടയാകട്ടെ. ശരിക്കും ഞാൻ ഈ മലബാറുകാരനാണ്. ഞാൻ ഈ മലബാറിൽ ജനിച്ചു വളർന്നതാണ്. ഞാനിവിടെ ആലക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത്, ഞാനിവിടെ വായാട്ടുറം എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ, എൻ്റെ മാതാപിതാക്കളും എൻ്റെ അപ്പൻ്റെ വീട്ടുകാരും എല്ലാം ഈ മലബാറുകാരാണ്. ഞങ്ങളും വർഷങ്ങൾക്ക് മുമ്പ് കാഞ്ഞിരപ്പള്ളി, പാലാഭാഗങ്ങളിൽ നിന്നൊക്കെ കുടിയേറി വന്ന് ഇവിടെ പാർക്കുന്നവരാണ്. എൻ്റെ വീട്ടുപേര് കൊട്ടാരത്തിൽ നിന്നാണ്. എൻ്റെ അപ്പൻ്റെ അനുജന്മാരും ഒക്കെ ഇവിടെ ഉണ്ട്. പെക്കന്മാരും ഒക്കെ ഇന്ന് ഈ മീറ്റിങ്ങിൽ വന്നിട്ടുണ്ട്. വളരെ ഞങ്ങളൊക്കെ നിങ്ങളെപ്പോലെ തന്നെ ഞാനും മലബാറിൻ്റെ സന്തതിയാണ്. അപ്പോൾ ആ ഒരു അകലം നമ്മുടെ ഇടയിലില്ലല്ലോ. അപ്പോൾ ഒരു 15 വർഷമായിട്ട് ഇപ്പോൾ ഞാൻ ചങ്ങനാശ്ശേരിയിലായിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ വീണ്ടും മലബാറിൽ ഇങ്ങനെ കടന്നു വരുമ്പം നമ്മുടെ സഹോദരങ്ങൾ, ഇന്നൊരു ചേട്ടൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എവിടെ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച ആ ചേട്ടൻ എവിടെ വന്ന് എഴുന്നേറ്റു. ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് പറയായിരുന്നു, കുഞ്ഞായിരുന്നു ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഡാഡിയുടെയൊക്കെ കൂടെ. അപ്പോൾ എന്നെ ഓർക്കുന്നു, അതിൽ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ മലബാറുകാർക്ക് തമ്മിലുള്ള ഒരു സ്നേഹവും നമ്മുടെ ഇടയിൽ കർത്താവ് സ്ഥാപിക്കുമാറാകട്ടെ. പ്രിയ സണ്ണി സാർ, ഹെഡ് മാസ്റ്റർ സാറിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഉയർത്താൻ ഈ അവസരങ്ങൾ പ്രയോജനമാകട്ടെ. പ്രത്യേകിച്ച് ലൈവായിട്ട് ഈ ശുശ്രൂഷകൾ ലോകമെമ്പാടും ലഭിക്കുമ്പോൾ ഇതിനുവേണ്ടി കാത്തിരിക്കുകയും ഈ സമയം ഒത്തിരി പേരോട് ഞാനുണ്ടാകും ലൈവിൽ, നീയും വരണം എന്ന് പറഞ്ഞ് അങ്ങനെ ചേരുന്ന ഒരുപാട് പേര് ഇപ്പം പുതിയതായിട്ട് ഉണ്ട്. അവരെയും വിശേഷിച്ച് വന്ദനം ചെയ്യുന്നു. അപ്പം 30 മിനിറ്റ് സംസാരിക്കാൻ പോകുന്ന വചനം കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നാണ്. കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 15-ാമത്തെ അധ്യായത്തിൽ നിന്ന് സംസാരിക്കുന്നത്. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാമത്തെ അധ്യായം എന്നാ പറയുന്നതെന്ന് പറയട്ടെ. ഇങ്ങോട്ട് നോക്കിയേ. പുനരുത്ഥാനം ഒന്ന് പറഞ്ഞേ. പുനരുത്ഥാനം, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർപ്പ്. ഒന്ന് പറഞ്ഞേ, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർപ്പ്. അപ്പം മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർപ്പ് ഇല്ല എന്ന് പറയുന്ന കുറച്ചു പേർക്ക് അപ്പോസ്തലൻ കൊടുക്കുന്ന മറുപടിയാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാമത്തെ അധ്യായം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് പറഞ്ഞു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അത് ഉണ്ട് എന്ന് പറയുമ്പോൾ 3 ഭാഗമായിട്ട് അപ്പോസ്തലൻ വിശദീകരിക്കുന്നത്. എപ്പോഴാണ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പ്, എങ്ങനെയാണ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉള്ള ഉയർപ്പ്, ആ 2 ഭാഗമാണ് ആദ്യം നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്നലെ ഞാൻ പ്രസംഗിച്ചത് എപ്പോഴാണ് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർപ്പ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇന്നലത്തേത് കേട്ടിട്ടില്ലാത്തവർ ഇനിയിപ്പോൾ ടി വിയിൽ അത് കേൾക്കുക. എല്ലാ ദിവസവും രാവിലെ 10:30 ജീവൻ ടി വിയിൽ, രാത്രി 8:30 ജീവൻ ടി വിയിൽ തന്നെ, ചൊവ്വാഴ്ച രാവിലെ 6 മണിക്ക് സൂര്യ ടി വിയിൽ, എല്ലാ ദിവസവും രാവിലെ ഫ്ലവേഴ്സ് ടി വിയിൽ 6 മണിക്ക് ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ ഇനി കേൾക്കുക. അപ്പോൾ ഞാൻ ഈ ഭാഗം ഇനി അത് പറയാൻ പോയാലായിട്ട് കഴിയുകയില്ല. എന്നാലും ഒറ്റ വാക്കിൽ വേണമെങ്കിൽ പറഞ്ഞു പോകാം. എപ്പോഴാണ് മരിച്ചവരുടെ ഉയർപ്പ് സംഭവിക്കുന്നത്, അതിനെക്കുറിച്ച് അപ്പോസ്തലൻ വിശദീകരിക്കുകയാണ്. സഹോദരന്മാരെ, എന്താണ് എത്രാം വാക്യം പോലെ നമുക്ക് നോക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 15-ാമത്തെ അധ്യായം. 15-ാമത്തെ അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങളാണ്. 23 മുതൽ വാക്യം. എന്നാൽ ഓരോരുത്തരും താൻ്റെ ക്രമം അനുസരിച്ചായിരിക്കും. ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും.
മനസ്സിലായല്ലോ? ആദത്തിൽ മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. മനസ്സിലാക്കി തല കുലുക്കണം കേട്ടോ. 23-ാമത്തെ വാക്യം, എന്നാൽ ഓരോരുത്തരും താൻ്റെ ക്രമം അനുസരിച്ചായിരിക്കും. അപ്പം ആദത്തിൽ എല്ലാവരും മരിക്കുന്ന പോലെ യേശു ക്രിസ്തുവിൽ ജീവിപ്പിക്കപ്പെടും. എന്നാൽ ഓരോരുത്തരും താൻ്റെ ക്രമം അനുസരിച്ചായിരിക്കും. ദർ വിൽ ബി ആൻ ഓർഡർ. ഒരു ഓർഡർ ഉണ്ടായിരിക്കും. അത് ഡിസോർഡറിലായിരിക്കത്തില്ല, അത് ഓർഡറിലായിരിക്കും. എന്നിട്ട് അത് വിശദീകരിക്കുമ്പോൾ അപ്പോസ്തലൻ വിശദീകരിക്കുകയാണ്. 15-ാം അധ്യായത്തിന്റെ വാക്യമാണ് വായിക്കുന്നത്. 23-ാമത്തെ വാക്യം, എന്നാൽ ഓരോരുത്തരും താൻ്റെ ക്രമം അനുസരിച്ചായിരിക്കും. എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന്? ആദ്യ ഫലം ക്രിസ്തു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ആദ്യ ഫലം ക്രിസ്തുവാണ്. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ ആഗമനത്തിൽ അവനുള്ളവരും. യേശു ക്രിസ്തുവിനുള്ളവർ യേശുവിന്റെ ആഗമനത്തിൽ സംഭവിക്കും. അപ്പൊ എപ്പം മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർപ്പ് നടക്കും? യേശുവിന്റെ ആഗമനത്തിൽ നടക്കും. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്ത് പറഞ്ഞു, എപ്പം മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർപ്പ് നടക്കും? യേശുവിന്റെ ആഗമനത്തിൽ നടക്കും. ഹല്ലേലൂയ. 24-ാമത്തെ വാക്യം, അപ്പൊ ആ ആഗമനത്തിന് മുമ്പ് എന്ത് സംഭവിക്കണം? അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. 24-ാമത്തെ വാക്യം, അവനെല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമാർജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിനും അവസാനം ഉണ്ടാവും. അപ്പൊ ഇത് സംഭവിക്കണം. എന്താണ്? അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമാർജനം ചെയ്ത് പിതാവായ ദൈവത്തിന് രാജ്യം സമർപ്പിക്കും. അപ്പൊ ഇപ്പൊ നമ്മള് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, എല്ലാം സ്വർഗത്തിലേക്ക് പോയെങ്കിലും ആ കർത്താവിന്റെ ഭരണം പൂർണ്ണമായി ഇവിടെ നടക്കുന്നതായിട്ട് കാണുന്നില്ലല്ലേ? അനീതിയും അക്രമവും ഒക്കെ ഒരു ഭാഗത്ത് കാണുന്നതല്ലേ? അപ്പൊ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ്? കർത്താവിന്റെ വരവിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നതാണിത്. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമാർജനം ചെയ്ത് രാജ്യം, ഈ രാജ്യത്തെ ആരെ ഏൽപ്പിക്കും? പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിന്റെ അവസാനമാകും. എന്നാൽ സകല ശത്രുക്കളും തന്റെ പാദസേവകരാകുന്നത് വരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. എല്ലാ ശത്രുക്കളും യേശുക്രിസ്തുവിന്റെ പാദസേവകരാകുന്നത് വരെ യേശുക്രിസ്തു വാഴേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ആ വാഴ്ചയാണ്. ഓരോരോ ശത്രുക്കള് യേശുക്രിസ്തുവിന്റെ പാദസേവകനാവുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് അതിൻ്റെ അത് വരുന്നത്? മരണം എന്ന അവസാനത്തെ ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. 26-ാമത്തെ വാക്യം, മരണമെന്ന അവസാനത്തെ ശത്രുത്വവും എന്ത് ചെയ്തിരിക്കുന്നു? നീക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ പല ശത്രുക്കളുള്ളതില് ഏറ്റവും മനുഷ്യനെ നശിപ്പിക്കുന്ന ഏറ്റവും അവസാനത്തെ ശത്രുവാണേത്? മരണം. ആ മരണം എന്ന അവസാനത്തെ ശത്രുവും എന്ത് ചെയ്യും? കീഴ്പ്പെട്ടിരിക്കുന്നു, നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം സമസ്തവും അധീനമാക്കി തന്റെ പാദപീഠത്തിൽ ആക്കിയിരിക്കുന്നു. എന്നാൽ സമസ്തവും അധീനമാക്കി എന്ന് പറയുമ്പോൾ അവ അധീനമാക്കിയവൻ ഒഴികെ എന്ന് സ്പഷ്ടം. ഓക്കെ, അത് അടുത്ത വാക്യോടെ വായിച്ച, സമസ്തവും അവിടത്തേക്ക് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവൻ പുത്രൻ താനും അധീനനാകും. ഇത് ദൈവം എല്ലാവർക്കും എല്ലാം ആകേണ്ടത് തന്നെ. എല്ലാം കീഴ്പ്പെടുത്തി കൊടുത്ത പുത്രന് എല്ലാം കീഴ്പ്പെടുത്തി പുത്രന്റെ കൈ കൊടുത്തു. അവസാനം പുത്രൻ ഇതാ പിതാവിന്റെ കീഴിൽ കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പൊ അതാണ് ചിത്രം. മരിച്ചവരുടെ ഉയർപ്പ് എപ്പം നടക്കും എന്നുള്ളതിന്റെ ഉത്തരവാണ് പറഞ്ഞത്. ആ നടക്കുന്നതിന് മുമ്പ് അവസാനത്തെ ശത്രുവാകുന്ന മരണവും നീങ്ങിപ്പോണം. അപ്പൊ 4 സ്റ്റെപ്പാണ് അതിന് മുന്നോടിയായിട്ട് കർത്താവ് പറയുന്നത്. ഒന്നാമത്തേതാണ് ഭരണവും ശക്തിയും അധികാരവും നിർമാർജനം ചെയ്യപ്പെടും. രണ്ടാമത്തേതാണ് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കപ്പെടും. മൂന്നാമത്തേതാണ് എന്തെന്നാൽ സകല ശത്രുക്കളും തന്റെ പാദസേവകരാകുന്നത് വരെ അവിടുന്ന് വാഴും. നാലാമത്തേതാണ് മരണമെന്ന അവസാനത്തെ ശത്രുവും നീക്കപ്പെടും. ഹല്ലേലൂയ. ചേർന്നൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞു, മരണമെന്ന അവസാന ശത്രുവും നീക്കപ്പെട്ടിരിക്കുന്നു. ദൈവവും സമസ്തവും അധീനമാക്കി തന്റെ പാദത്തിന് കീഴിലാക്കിയിരിക്കുന്നു. എന്നാൽ സമസ്തവും അധീനമാക്കി എന്ന് പറയുമ്പോൾ അവ അധീനമാക്കിയവൻ ഒഴികെ എന്ന് സ്പഷ്ടം. ആരുടെ കീഴിലാണോ എല്ലാത്തിനെയും കൊടുത്തത് അവൻ ഒഴികെ സകലവും അവന് ഈ ആരുടെ കീഴിലെല്ലാം കൊടുത്തത്? യേശുവിന്റെ കീഴിലാണ്. ആ യേശു ആർക്ക് കീഴ്പ്പെട്ടിരിക്കും? പിതാവായ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കും. മനസ്സിലായോ ഈ ചിത്രം? അപ്പം മരിച്ചവരുടെ ഉയർപ്പ് എപ്പോൾ നടക്കും? മരിച്ചവരുടെ ഉയർപ്പ് നടക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം നടക്കേണ്ടിയിരിക്കുന്നു. അതാണ് നമ്മൾ ആ 4 സ്റ്റെപ്പുകളായിട്ട് പറഞ്ഞത്. എന്നിട്ട് അടുത്ത ഭാഗത്തേക്ക് വിശദീകരിക്കുകയാണ്. അധീനമാക്കിയവൻ സ്പർശം സമസ്തവും അവിടത്തേക്ക് അധീനമാക്കി കഴിയുമ്പോൾ എന്താണ് പിന്നെ സംഭവിക്കുന്നത്? അതാണ് ഇന്നലെ അടിവരയിട്ട് വായിക്കാൻ പറഞ്ഞത്. 28-ാമത്തെ വാക്യം, ഇത് ദൈവം എല്ലാവരുടെയും എല്ലാമാകേണ്ടതിന് തന്നെ. ത്രൂ ദാസ്, ഇതിലൂടെ ദൈവം എല്ലാവരുടെയും എല്ലാമാകും.
ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞു, ഇതിലൂടെ ദൈവം എല്ലാവരുടെയും എല്ലാമാകും. ഒന്ന് കരമുയർത്തി ഒന്ന് പറഞ്ഞ്, എല്ലാവരുടെയും എല്ലാമായ ദൈവം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം എല്ലാവരുടെയും എല്ലാം ആകുന്നതിന് മുമ്പേ എല്ലാവരും ദൈവത്തിൻ്റെതായി മാറും. അതാണ് നമ്മൾ ഈ വാക്യത്തിൽ കാണുന്നത്. ഞാനിപ്പോൾ വായിച്ചത് 28-ാമത്തെ വാക്യമാണ്. 28-ാമത്തെ വാക്യത്തിൽ ഇത് ദൈവം എല്ലാവർക്കും എല്ലാം ആകേണ്ടതിന് തന്നെ. എങ്കിലും മരിച്ചവർക്ക് വേണ്ടി. അപ്പം ഇനി അടുത്ത് ചോദിക്കുകയാണ്, ഇനി മരിച്ചവർ എപ്പോൾ ഉയർക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞു. അതിനുത്തരം തന്നു കഴിഞ്ഞു. അതിനുത്തരം 4 പോയിന്റിലൂടെ 3 സബ് പോയിന്റിലൂടെ ഒരു ഇല്ലുസ്ട്രേഷനിലൂടെ. അതാണ് ഹോമിലിറ്റിക്കൽ സ്ട്രക്ചർ. അതാണ് പ്രസംഗശാസ്ത്രത്തിൻ്റെ രീതി. അതാണ് ആ വിശുദ്ധ പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ അറിയാം, വളരെ കെട്ടുറപ്പുള്ള ഒരു മതിലെങ്ങനെ കെട്ടിപ്പോക്കുന്നു അതുപോലെയാണ് പണിയുന്നത്. അസാധാരണ പണിക്കാരനാണ് വിശുദ്ധ പൗലോസ്ലീഹയുടെ ലിഖിതങ്ങൾ. അപ്പോൾ ഇവിടെ അത് നമ്മൾ കാണുന്നത്. ഒരു കാര്യം ഉറപ്പിക്കുന്നതിന് മുമ്പ് ആ കാര്യത്തിനുള്ള ഫൗണ്ടേഷൻ അതിൻ്റെ മേളിൽ പണിത് മേളിൽ കല്ല് വെച്ചാണ് ഈ വിഷയം വിശദീകരിക്കുന്നത്. അതാണ് നമ്മളിവിടെ കണ്ടത്. ആദ്യം നമ്മൾ എന്താ കേട്ടത്? മരിച്ചവരുടെ പുനരുത്ഥാനം. അതെങ്ങനെ സംഭവിക്കും? അതിൻ്റെ വിശദീകരണങ്ങൾ തന്നു കഴിഞ്ഞു. ഇനി ആ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോകുന്നത്. ഇനി അവരോട് ചോദിക്കുകയാണ്, മരിച്ചവർ ഉയർക്കുന്നു, എപ്പോൾ ഉയർക്കും? അതിപ്പോൾ സംഭവിക്കും. ഇനി ഇത് വിശ്വസിക്കുന്നതിന് നിങ്ങൾക്ക് തടസ്സമുണ്ടാവും. മരിച്ചവർ ഉയർക്കും എന്ന് വിശ്വസിക്കുന്നതിന് നിങ്ങൾക്ക് തടസ്സമുണ്ടാവും. എന്നിട്ട് അവരുടെ ഇടയിലുള്ള ഒരു സമ്പ്രദായം എടുത്തിട്ട് അവരോട് ചോദിക്കുക, മരിച്ചവർ ഉയർക്കുന്നില്ലേ, പിന്നെ എന്തിനാണ് മരിച്ചവർക്ക് വേണ്ടി നിങ്ങൾ സ്നാനമേൽക്കുന്നത്? അത് ആ വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചു. 29-ാമത്തെ വാക്യം. അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം എന്തിനു സ്വീകരിക്കണം? അപ്പം മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കുക എന്ന പതിവ് യഹൂദ പതിവായിട്ട് കൊരിന്ത് സഭയിൽ ഉണ്ടായിരുന്നു. മരണാനന്തര കർമ്മം എന്ന് പറഞ്ഞ് ഒരാൾ മരിച്ചു പോയിരിക്കുന്ന ആൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ആള് സ്നാനം സ്വീകരിക്കുന്ന പതിവ് യഹൂദ പതിവിന്റെ പിന്തുടർച്ചയായിട്ട് സഭയിലുണ്ടായിരുന്നു. ഏത്? കൊരിന്ത് സഭയിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ആ പതിവിനെ ഉണർത്തിയിട്ട് അപ്പോസ്തലൻ ചോദിക്കുകയാണ്, അല്ല മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ, ഇങ്ങോട്ട് നോക്കി, അല്ല മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ പിന്നെ മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നതിന് അതിനാ. അപ്പൊ മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നതിലൂടെ അറിയാതെ നിങ്ങളും പറഞ്ഞു പോകുന്നു എന്ത്? മരിച്ചവര് ഉയർക്കുന്നുണ്ട്. ആദ്യത്തെ ലോജിക്ക് അത്. രണ്ടാമത്തെ തന്നെ വിശദീകരിക്കുകയാണ്. ഇനി മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്തിനു ചെയ്യുന്നു? ആദ്യത്തേത്. ഇനി രണ്ടാമത്തെ നോക്കിയോ, ഞങ്ങൾ തന്നെയും സദാസമയവും അപകടത്തെ എന്തിനു അഭിമുഖീകരിക്കണം എന്ന് പറഞ്ഞാൽ, എന്തിനാണ് മരിച്ചവരുടെ ഇടയിൽ നിന്നൊരു പുനരുത്ഥാനം എന്നൊരു പ്രത്യാശയില്ലെങ്കിൽ സദാസമയം സുവിശേഷത്തെ പ്രതി അപകടം അനുഭവിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ. അവിടുത്തെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, ഇനിയൊന്നും കാര്യമില്ലല്ലോ. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാവുമല്ലോ, ചത്തങ്ങ് തീരുകയല്ലേ. അപ്പം ഇത് ഞങ്ങൾ ഇന്ന് അധ്വാനം ചെയ്യുന്നതിൻ്റെ തന്നെ കാരണം എന്ന് പറയുന്നത് മരിച്ചവരുടെ ഉയർപ്പ് എന്നുള്ള ഒരു പ്രത്യാശയുണ്ട്. അപ്പം 4 ലോജിക്കാണ്. ഒന്നാമത്തേത് പറയുന്നു, നിങ്ങൾ ജ്ഞാനസ്നാനം ഏൽക്കുന്നത്, മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം ഏൽക്കുന്നതിലൂടെ തന്നെ ഒരു മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുകയില്ലായിരുന്നു. അടുത്തത്, ഞങ്ങൾ ഇന്നുവരെയും അപകടത്തെ അഭിമുഖീകരിക്കണം. എന്തിന്? 31-ാമത്തെ വാക്യം. സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ച് എനിക്കുള്ള അഭിമാനത്തെ ആധാരമാക്കി ഞാൻ പറയുന്നു, ഞങ്ങൾ പ്രതിദിനം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രതിദിനം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അപകടം അനുഭവിക്കുന്നു. അപകടം അനുഭവിച്ചിട്ടും സുവിശേഷം പ്രചരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നു. കാരണം ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. എന്താ? മരിച്ചുകൊണ്ട് തീരുകയില്ല, മരണം കൊണ്ട് തീരുകയില്ല. ഒന്ന് ചേർന്ന് പറഞ്ഞു, മരണം കൊണ്ട് തീരുകയില്ല, മരണം കൊണ്ട് തുടങ്ങുകയുള്ളൂ. അതാണ്. അപ്പോൾ ആ പ്രത്യാശ ഉള്ളതുകൊണ്ടാണ് പ്രതിദിനം ഞങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുദിന മരണം ഞങ്ങൾ സ്വീകരിക്കുന്നു. അനുദിന മരണം ഞങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ തന്നെ ഉദ്ദേശം എന്നാ? ഈ ഒരു പ്രത്യാശയുള്ളത് കൊണ്ടാണ്. ഏതാ? മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ്. ഇനി നാലാമത്തെ ചിന്ത ചോദിക്കുകയാണ്, മാനുഷിക രീതിയിൽ പറഞ്ഞാൽ എഫെസോസിൽ വെച്ച് വന്യമൃഗങ്ങളോട് പോരാടിയത് കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് പറഞ്ഞ, വിശ്വാസത്തെ പ്രതി വന്യമൃഗത്തിന്റെ മുമ്പിൽ വീഴ്ത്തപ്പെട്ട അതിനോട് പോരാടി വിശ്വാസത്തിന് വേണ്ടി നിന്നു. ആര്? വിശുദ്ധ പൗലോസ്ലീഹ. എവിടെ വെച്ച്? എഫെസോസിൽ വെച്ച്. മരിച്ചവർ ഉയർക്കുന്നില്ല, പിന്നെ ഈ പോരാട്ടത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അടുത്ത ലോജിക്ക് ചോദിക്കുകയാണ്. അത് നോക്കിക്കോണേ, അടുത്ത നോക്കിക്കോണേ. 32-ാമത്തെ വാക്യമാണ്. മാനുഷികതയിൽ പറഞ്ഞാൽ എഫെസോസിൽ വെച്ച് വന്യമൃഗങ്ങളോട് പോരാടിയത് കൊണ്ട് എന്താണ് പ്രയോജനം? മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. എന്തെന്നാൽ നാളെ മരിച്ചു പോകുമല്ലോ, നിങ്ങൾ വഞ്ചിതരാകരുത്. ഹല്ലേലൂയ. അപ്പോൾ അപ്പോസ്തലൻ
പോലും പറയുകയാണ്, തിന്നുകയും കുടിക്കുകയും ചെയ്യാം, നാളെ ചാവുമല്ലോ, കുറച്ച് തിന്നു, കുറച്ച് തീറ്റിച്ചു, കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി, കുറച്ച് ഉണ്ടാക്കി കൊടുത്തു, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചാൽ മതിയല്ലോ, നാളെ ചാവുമല്ലോ, കുറെ വെട്ടിപ്പിടിച്ചു, കുറെ വട്ടം പിടിച്ചു, അങ്ങനെയൊക്കെ അല്ലേ, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചാൽ പോരെ, നാളെ ചാവുമല്ലോ. പക്ഷേ തിന്നും കുടിച്ചും ജീവിക്കുന്ന ജീവിത ശൈലിയിൽ നിന്ന് അതല്ല, ഇതിനപ്പുറത്ത് തിന്നില്ലേലും സാരമില്ല, കുടിച്ചില്ലേലും സാരമില്ല എന്ന തരത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ കാര്യം എന്നാ, ജീവിക്കുന്ന ഒരു പ്രത്യാശയുണ്ട്. കരമുയർത്തി എന്ന് പറഞ്ഞ്, ജീവിക്കുന്ന ഒരു പ്രത്യാശയുണ്ട്. എന്താ ജീവിക്കുന്ന പ്രത്യാശ? അതാണ് നമ്മൾ ഈ വാക്യത്തിൽ വായിക്കുന്നത്. എന്താണ് ജീവിക്കുന്ന പ്രത്യാശ? മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർപ്പ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്തായിരുന്നു, കുറെ തിന്നു, കുറെ തീറ്റിച്ചു, കുറെ കുടിച്ചു, അങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇന്ന് തിന്നും കുടിച്ചും കാലം പോക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യാശയുണ്ട്. എന്നാ പ്രത്യാശ? ഈ മരണം കൊണ്ട് ഈ ജീവിതം തീരുകയില്ല. ഹല്ലേലൂയ. ആ ഉറപ്പുള്ളവരൊന്ന് കർത്താവിനെ സ്തുതിച്ചേ, കരമടിച്ചൊന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. അതാ നമ്മൾ ഇവിടെ കാണുന്നത്. എന്തെന്നാൽ നാളെ മരിച്ചു പോവല്ലോ, നിങ്ങൾ വഞ്ചിതരാകരുത്. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് പറ, നിങ്ങൾ വഞ്ചിതരാകരുത്. എന്നാ പറഞ്ഞ് നിങ്ങള് വഞ്ചിതരാകരുത്. എങ്ങനെയാ വഞ്ചിതരാകുന്നേ? കുറെ തിന്നു, കുറെ കുടിച്ചു, കുറെ കഴിച്ചു, കുറെ എടുത്തു, ഇങ്ങനെ അങ്ങ് ജീവിക്കുക. ഇതിനപ്പുറത്ത് എന്നാ ഉള്ള, ഇവിടെ എത്ര വെട്ടിപ്പിടിക്കാമോ, ഇവിടെ എന്നെ സൽകൃത്യങ്ങൾ ചെയ്യുക നീ, അലസത കൂടാതെ. അതാണ് ഇവിടുത്തെ ചിന്ത. ഒരേ ഒരു ജീവിതം, അത് വേഗത്തിൽ കടന്നു പോകും. എന്ത് നാം ചെയ്യുന്നോ അത് മാത്രമേ നിലനിൽക്കുള്ളൂ. ഏറിയാൽ 80 അല്ലെ 100 പിടിച്ചോ, 100 110 എത്ര വേണേ നിങ്ങൾ ആഗ്രഹിച്ചോ, അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ അടുത്ത ജീവിതത്തിലേക്ക് എന്നത് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള ചിന്ത കൊണ്ട് ഹൃദയം നിറയണം. അതാ മേളത്തെ വാക്യം നമ്മൾ കണ്ടത്. ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെക്കുന്നുവെങ്കിൽ നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ നിർഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. സ്വയകേന്ദ്രീകൃതമായ, വ്യക്തി കേന്ദ്രീകൃതമായ ഞാന്, എന്റേത് കിട്ടണം, വെട്ടണം, പിടിക്കണം, എടുക്കണം, എന്റെ കുഞ്ഞ്, എന്റെ മോള്, എന്റെ വീട്, എന്റെ ലോണ്, എന്റെ പശു, എന്റെ ആട്, എന്റെ ലോകത്തിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നുവെങ്കിൽ നിങ്ങൾ നിർഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ഈ ലോകത്തിൽ ഇതൊന്നും വേണ്ടെന്നാണോ? ഇതെല്ലാം വേണമെന്ന് നാം അറിയും മുമ്പേ ദൈവം അറിയുന്നു. ഹല്ലേലൂയ. അത് മുഴുവൻ മടക്കി തരാനും നൽകി തരാനും ദൈവം മതിയായവനാണ്. തന്റെ മക്കളെ അപ്പൻ മാനിക്കാതിരിക്കുമോ? ഉറപ്പായിട്ടും മാനിക്കും. പക്ഷേ അടുത്ത ആയുസ്സിലേക്കുള്ളത് ചിലത് സമ്പാദിച്ചു വെക്കണം. വഞ്ചിതരാകരുത്. അടുത്ത ആയുസ്സിലേക്കുള്ള, നിത്യജീവങ്കിലേക്കുള്ള ചിലത് സമ്പാദിച്ചു വെക്കണം. നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന എന്താ? അത് സൽപ്രവർത്തികളാണ്. പറഞ്ഞ് സൽപ്രവർത്തികളാണ്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ് സൽപ്രവർത്തികളാണ്. ഹല്ലേലൂയ. ദൈവത്തെ സേവിച്ചു എന്ന് പറഞ്ഞ് നിന്നവരോട് കർത്താവ് ചോദിക്കുന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എനിക്ക് ഉടുക്കാൻ തന്നില്ല. ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നില്ല. ഞാൻ ദാഹിച്ചിരുന്നു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നില്ല, ഉടുക്കാൻ തന്നില്ല, കഴിക്കാൻ തന്നില്ല. കർത്താവേ എപ്പോഴാതെന്ന് ചോദിച്ചപ്പോ കർത്താവ് പറയുന്നു, ആ എളിയവനെ നിങ്ങൾ ശുശ്രൂഷിക്കാതെ സേവിക്കാതെ വിട്ടുകളഞ്ഞപ്പോൾ നിങ്ങൾ സേവിക്കാതിരുന്നത് എന്നെയാണ്. ഹല്ലേലൂയ. അത് മാത്രമേ നില. ഇവിടുത്തെ ബന്ധങ്ങളെല്ലാം നശ്വരമാണ്. കൂട്ടുകൂടിച്ച് അടുത്തിരുത്തിയാലും എല്ലാം തീരും കേട്ടോ. കുഴി വെച്ച് ടാറ്റ പറഞ്ഞേച്ച് പോകും. എല്ലാവരും അങ്ങനെ, അപ്പൻ അങ്ങനെ, അമ്മ അങ്ങനെയാ, വീട്ടുകാരങ്ങനെയാ, ഭാര്യ അങ്ങനെയാ, ഭർത്താവ് അങ്ങനെ. ഇന്നലെ ഞാൻ പറയുമായിരുന്നു, കുഴിയുടെ അടുക്കൽ ഒരു 15 മിനിറ്റും കൂടെ ഭാര്യ നിൽക്കുമെന്ന് പോലും ഭർത്താവേ നീ ചിന്തിക്കണ്ട. ഉള്ള നേരത്ത് കർത്താവിനെ വിളിച്ചാൽ കർത്താവേലും കൂടെ കാണും. എത്ര പേർക്ക് മനസ്സിലായി? അയ്യോ എൻ്റെ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചതാ. അവസാനം അടക്കെല്ലാം കഴിഞ്ഞേച്ച് ഒരു അരമണിക്കൂർ വെയിലത്ത് നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ ഭാര്യ? എൻ്റെ ചേട്ടനെ ഇവിടെ വെച്ചിട്ടുണ്ട്, എന്നാൽ ഒരു അരമണിക്കൂർ ഇവിടെ നിന്നേക്കാം. അയ്യോ ഒന്നും നിൽക്കാൻ സമയമില്ല. വീട്ടുകാർ വിളിച്ചോണ്ട്, ആങ്ങളമാർ വിളിച്ചോണ്ട് ആ പാട്ടിന് പോയി അവൾ വീട്ടിലേക്ക് പോയി. ഇത്രയേ ഉള്ളു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒന്നും പുറകെ പോയി സമയം കളയല്ല. അതാ പറഞ്ഞേ, ബന്ധങ്ങളെല്ലാം നശ്വരമാണ്. അതിന്റെ വാല്യൂ കൊടുക്കേണ്ടെന്നല്ല പറഞ്ഞേ. പക്ഷേ നിലനിൽക്കുന്ന ഒന്നുണ്ടെങ്കിൽ, കല്ലറയിലും പിരിയാത്ത ഒരു സ്നേഹിതനുണ്ടെങ്കിൽ, ഒന്ന് കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തു. കല്ലറയിലും പിരിയാത്തൊരു സ്നേഹിതനുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കല്ലറയിലും പിരിയാത്തൊരു സ്നേഹിതനുണ്ടെങ്കിൽ, മരണത്തിന്റെ മന്ദമാരുതൻ മാടി വിളിച്ചപ്പോഴും മാറാത്ത ഒരു സ്നേഹിതനുണ്ടെങ്കിൽ, കല്ലറ കഴിഞ്ഞൊരു സൗഹൃദം ഉണ്ടെങ്കിൽ, അത് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുവിനോടാണ്. ആ ബന്ധം ദൃഢമായി സൂക്ഷിക്കുവാൻ തീരുമാനിച്ച എല്ലാവർക്കായി സ്തോത്രം. ബാക്കിയെല്ലാം പോകും, ബാക്കിയെല്ലാം പോകും, എല്ലാം പോകും. കല്ല് വെച്ചതും ഒക്കെ ഇട്ട് നല്ല മിടുക്കിയായിട്ട് ഇരുന്നാലും എല്ലാം പോകും. ഇന്ന് രാവിലെ ഫെയർ ആൻഡ് ലവ്ലി തേച്ചോണ്ടാ വന്നെങ്കിലും എൻ്റെ ലവ്ലി ചേച്ചി ഇതിൻ്റെ മേളിൽ കൂടെ പുഴു മുറുക്കെന്ന് പറഞ്ഞ് കയറി നടക്കും. യോ മോയ്സ്ചറൈസർ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. തെന്നി പുഴു കയറി പോകും. ഹല്ലേലൂയ. മൊത്തം ഇത് മുഴുവൻ ഒന്നാം ദിവസം വാടും, രണ്ടാം ദിവസം ഇച്ചിരിയുടെ വാടും, മൂന്നാം ദിവസം അഴുകാൻ തുടങ്ങും, നാലാം ദിവസം ആകുമ്പോഴത്തേന് ഈ കണ്ണിൻ്റെ ഇതിനകത്തൂടെ എല്ലാം കൂടെ പുഴു കയറി വരും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ നശ്വരമാണ്, അതാ പറഞ്ഞു വന്നത്, നശ്വരമാണ്. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്തോണം? ദൈവത്തെ ഓർത്തോണം. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നിന്നോണം. കർത്താവിനെ പ്രതി സാക്ഷിയായിക്കോണം. ആരോടൊക്കെ കർത്താവിനെ പറ്റി പറയാനോ, ഒരു വ്യക്തിയെ സഹായിക്കാനോ, ഒരു വീട്ടിൽ ചെന്ന് സഹായം ചെയ്തു കൊടുക്കാനോ, വിധവയെ പരിപാലിക്കാനോ, ഹല്ലേലൂയ, വിവാഹ സഹായം കൊടുക്കാനോ, സമൂഹ സേവനത്തിനോ, ആതുര സേവനത്തിനോ ഒക്കെ കൈ തുറന്നോണം. അതിൻ്റെ സമയമായത്. കാരണം കെട്ടിപ്പിടിച്ചതൊന്നും വെട്ടിപ്പിടിച്ചതൊന്നും കൊണ്ടുപോകാൻ പറ്റിയല്ലാത്തൊരു യാത്രയ്ക്ക് നമ്മൾ എല്ലാവരും പോകേണ്ടിയിരിക്കുന്നു. അതാ ഇവിടെ പറയുന്നത്. ഇതെല്ലാം എന്തിനു സഹിക്കുന്നു? മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനമുണ്ട്. അപ്പോൾ ഇതാ ഇന്നലെ പറഞ്ഞു, ഇനി ഇന്ന് പറയാനുള്ളത് കൂടെ പറയും. 12 ചിന്തകൾ ഇപ്പം പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ പോയി കേട്ടിട്ടൊന്ന് മനസ്സിരുത്തിയാൽ മതി. അപ്പോൾ രണ്ടാമത്തെ ചോദ്യമാണ്, അപ്പം എങ്ങനെ, എപ്പോഴാണെന്നുള്ള ചോദ്യത്തെ എന്താ? മരിച്ചവരുടെ ഉയർപ്പ് എപ്പോഴാണ്? അത് ആദ്യത്തെ ചോദ്യം. അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. മരിച്ചവരുടെ ഉയർപ്പിന് മുമ്പ് ഇതെല്ലാം സംഭവിക്കേണ്ടിയിരിക്കുന്നു. അതില്ലായിരുന്നേ പിന്നെ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. നാളെ ചാവുമല്ലോ, ചത്ത എങ്ങോട്ടെങ്കിലും പോവുമല്ലോ. കുരയ്ക്കുന്ന നായ ചത്തുപോയതുപോലെ, വീട്ടിലെ പശു ചത്തുപോയ പോലെ, ആന ചെരിഞ്ഞ പോലെ ഞാനും ചെരിയും. അങ്ങനെ ഒരു ചിന്ത മതിയായിരുന്നു. പക്ഷേ ആന ചെരിഞ്ഞപ്പോൾ ആനയ്ക്കില്ലാത്ത ഒന്ന് എൻ്റെ ഉള്ളിലുണ്ട്, നായ്ക്കില്ലാത്ത ഒന്ന് എൻ്റെ ഉള്ളിലുണ്ട്. അത് എൻ്റെ ഉള്ളിൽ തുടിക്കുന്ന ജീവന്റെ ദൈവദത്തമായ ആത്മാവാണ്. അത് ആത്മാക്കളുടെ ഉടമസ്ഥനായവന്റെ അടുക്കിലേക്ക് പോകണം. ഇന്ന് കുറിക്കൊണ്ടോണം കേട്ടോ. അപ്പൊ രണ്ടാമത്തേത്, ആരെങ്കിലും ചോദിക്കുകയാണ് എങ്ങനെയാണ്? എപ്പോഴാണെന്ന് ആദ്യത്തെ ചോദ്യം. എങ്ങനെയാണ്? ഏത് ശരീരത്തിലാണ്? അപ്പോൾ ആ എങ്ങനെയാണെന്നുള്ള ചോദ്യം തന്നെ 3 ഭാഗമായിട്ട് ചോദിക്കുകയാണ്. ഏത് ശരീരത്തിലാണ്? ആ ശരീരത്തിന്റെ പ്രത്യേകത എന്താണ്? അപ്പോൾ അതാണ് വായിക്കുന്നത്. 35-ാം വാക്യം, കൊരിന്ത്യർ എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന് 35-ാം വാക്യം. ആരെങ്കിലും ചോദിക്കാം, മരിച്ചവർ എങ്ങനെയാണ് എങ്ങനെയാണ് ഉയർത്തപ്പെടുക? ആദ്യത്തെ എന്താണ്? എപ്പോഴാണ് ഉയർത്തപ്പെടുക? രണ്ടാമത്തെ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഉയർത്തപ്പെടുക? ഏത് ശരീരത്തോടു കൂടി ആയിരിക്കും അവർ പ്രത്യക്ഷരാവുക? ഏത് ശരീരത്തോടു കൂടി? അപ്പം ഞാൻ മരിച്ചു, എൻ്റെ ഈ ശരീരം അഴുകിപ്പോയി. അപ്പോൾ ഇനി മരിച്ചവരുടെ ഒരു പുനരുത്ഥാനം ഉണ്ടെങ്കിൽ അന്നേരം ഒരു ശരീരം വേണ്ടേ? വേണ്ടേ? തല കുലുക്ക് വേണം. അപ്പൊ അതെങ്ങനെയാന്ന് ചോദിക്കുന്നത്. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർക്കപ്പെടുക? ഏത് തരം ശരീരത്തോടു കൂടിയായിരിക്കും അവർ പ്രത്യക്ഷരാകുക? അടുത്ത വാക്ക് ശ്രദ്ധിച്ചോണെ. 36-ാമത്തെ വാക്യം, കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-36. വിഡ്ഢിയായ മനുഷ്യ ചോദിക്കുകയാണ്, വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കയില്ല. ഉണ്ടാകുന്നത് പദാർത്ഥമല്ല. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെ ധാന്യത്തിന്റെയോ വെറും ഒരു മണി മാത്രമാണ് നീ വിതയ്ക്കുന്നത്. ഗോതമ്പിന്റെയോ മറ്റ് വേറൊരു ധാന്യത്തിന്റെയോ ഒക്കെ ഒരു മണി മാത്രമാണ് വിതയ്ക്കുന്നത്. എന്നിട്ട് 38-ാമത്തെ വാക്യം, എന്നാൽ ദൈവം തൻ്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. ഹല്ലേലൂയ. എന്നാ മനസ്സിലായി? പയറിൻ്റെയോ പാവലിൻ്റെയോ ഏതാണ്ട് കാര്യം പറഞ്ഞ അവിടെ. അത് നമുക്കറിയാവുന്നതല്ലേ. നെൽമണി വിതയ്ക്കുന്നു. ഇന്ന് രാവിലെ പന്തലിന് വേലി കെട്ടണമല്ലോ എന്ന് വെച്ചാൽ, പടവലത്തിന് കയറ് കെട്ടണമെന്ന് വിചാരിച്ചു വന്ന സമയം കിട്ടിയില്ല. ഇവിടെ വന്നിട്ട് ഇതാ പ്രസംഗിക്കുന്നത്. അതാണ് മനസ്സിലായേ? ഇല്ല, ഒന്നുകൂടെ വായിക്കാം, അന്നേരം മനസ്സിലാവും. ഏത് ശരീരത്തോടെ ആയിരിക്കും ഉയർക്കുക? വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ല എങ്കിൽ അത് പുനർജീവിക്കയില്ല. അപ്പോൾ ഒന്ന് നശിക്കുന്നു, ഒന്നിൽ നിന്ന് വേറൊന്ന് പുറത്തു വരുന്നു. അതാണ് അല്ലേ ഗോതമ്പ് മണി. ഒരു ഗോതമ്പ് മണി എടുക്കാം,
ആ ഗോതമ്പ് മണി അങ്ങനെ ഇരുന്നാൽ അതിൽ നിന്ന് വേറൊന്ന് പുറത്തു വരുമോ? ഇല്ല. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് പൊട്ടി തകർന്ന് അതിന്റെ പുറന്തോട് പൊട്ടി അത് തകരാനും തളരാനും തകർന്നു പോകാനും അനുവദിക്കുമ്പോഴാണ് അതിൻ്റെ അകത്തുനിന്ന് വേറൊന്ന് പുറത്തു വരുന്നത്. അതുപോലൊരു നെൽമണിയാണ് ഈ ശരീരം. ഇതിപ്പോൾ ഇട്ടിരിക്കുക 60 കൊല്ലം മുമ്പ് ഇട്ടതുണ്ട്, 20 കൊല്ലം മുമ്പ് ഇട്ടതുണ്ട്, 30 കൊല്ലം മുമ്പ് ഇട്ടതുണ്ട്, പുറകോട്ടൊക്കെ 60 മേളിൽ കൊല്ലം കൊണ്ട് ഇട്ടതുകൊണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ടതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന കൈ ഇരിക്കുന്നത്. ഹല്ലേലൂയ. വിത്തിട്ടിരിക്കുകയാണ്. ഇനി ഈ വിത്ത് എന്ത് ചെയ്യണം? ഈ വിത്ത് പൊട്ടും. അതാ ഇവിടെ വായിക്കുന്നത്. മരിച്ചവരെങ്ങനെ ഉയർക്കപ്പെടും? ഏത് തരത്തിൽ, ഏത് ശരീരത്തോടെ ആയിരിക്കും അവർ പ്രത്യക്ഷരാകും? വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അതെങ്ങനെ അത് പുനർജീവിക്കുകയില്ല. ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്ന ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല. വിതയ്ക്കുന്നത് വിത്താണ്, എന്നാൽ ഉണ്ടാകാനിരിക്കുന്നത് വിത്തിൽ നിന്നാണ്. അതാണ് ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്. ഗോതമ്പിന്റെയോ മറ്റു വല്ലതിൻ്റെ ധാന്യത്തിന്റെയോ വെറും ഒരു മണി മാത്രമാണ് വിതയ്ക്കുന്നത്. എന്നാൽ ദൈവം തൻ്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. കരമുയർത്തി പറഞ്ഞേ, ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യരുടേത് മനുഷ്യരുടേതൊന്ന്, മൃഗത്തിന്റെ മറ്റൊന്ന്, പക്ഷികളുടെ മറ്റൊന്ന്, മത്സ്യങ്ങളുടെ മറ്റൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുണ്ട്. സ്വർഗീയ ശരീരത്തിന്റെ തേജസ് വേറെ, ഭൗമിക ശരീരത്തിന്റെ തേജസ് മറ്റൊന്ന്. സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റെ തേജസ് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടെ തേജസ് വേറൊന്ന്. നക്ഷത്രവും തമ്മിലുള്ള തേജസ്സിൽ വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർത്തപ്പെടുന്നു. ഹല്ലേലൂയ. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർത്തപ്പെടുന്നു. പറഞ്ഞു. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർത്തപ്പെടുന്നു. ഒന്നുകൂടെ പറഞ്ഞു. പല പ്രാവശ്യം പറഞ്ഞാലേ ചിലപ്പോൾ അത് ചിന്ത വരുള്ളൂ. നശ്വരമായി വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർത്തപ്പെടുന്നു. അതാ ഇവിടെ വായിക്കുന്നത്. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു. അവമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, മഹിമയിൽ ഉയർത്തപ്പെടുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർത്തപ്പെടുന്നു. വിതയ്ക്കുന്നത് ഭൗതിക ശരീരം, പുനർജീവിക്കുന്നത് ആത്മീക ശരീരം. ഭൗതിക ശരീരമെങ്കിൽ ഉണ്ടെങ്കിൽ ആത്മീക ശരീരവുമുണ്ട്. ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു. എന്നാൽ ആദ്യമുള്ളത് ആത്മീയമല്ല, ഭൗതികമാണ്. പിന്നീടുള്ളതാണ് ആത്മീകം. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്. രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഏതായി ആദ്യത്തെ മനുഷ്യൻ? ആദം. അത് ഭൂമിയിൽ നിന്നുള്ളവൻ, മണ്ണെടുത്ത് കുഴച്ച് വെച്ചുണ്ടാക്കി. എന്നാൽ രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയനാണ്. ആരാ രണ്ടാമത്തെ മനുഷ്യൻ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അപ്പൊ ആ മണ്ണുകൊണ്ടുള്ളവർക്ക് മണ്ണുകൊണ്ടുള്ളവന്റെ ശരീരം, എന്നാൽ സ്വർഗീയന്മാർക്ക് സ്വർഗീയ ശരീരം. അപ്പം ആദ്യത്തെ ചോദ്യം എങ്ങനെയാ? എപ്പോഴാ? രണ്ടാമത്തെ ചോദ്യം എങ്ങനെയാന്ന് വിശദീകരിക്കുമ്പോൾ പറയുകയാണ്, വിതയ്ക്കുന്ന വിത്ത് കണ്ടിട്ടില്ലേ? ആ വിത്തിനകത്തുനിന്ന് വേറെ, ആ മണിക്കകത്തുനിന്ന് വേറെ രൂപത്തിൽ, വേറെ ഭാവത്തിൽ വേറൊന്ന് പുറത്തു വരുന്നത് പോലെ തന്നെ നശ്വരതയിൽ വിതയ്ക്കപ്പെട്ടു, അനശ്വരതയിൽ ഉയർത്തപ്പെടുന്നു. വേറൊരു ശരീരം നമുക്ക് കിട്ടും. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. അത് ആരാണ്ടറയോ കാര്യം പറയുന്നത് പോലെ ഇരിക്കരുത്. ആരാണ്ടടയോ കാര്യം പറയുന്ന പോലെ ഇരിക്കരുത്. എൻ്റെ കാര്യമായി പറയുന്നത്. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർത്തപ്പെടുന്നു. ഒന്നുകൂടെ പറഞ്ഞു. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർത്തപ്പെടുന്നു. ആത്മീയമായതുമുണ്ട്, ഭൗതികമായതുമുണ്ട്. 15:47 15:47. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്, രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ ഭൗമികന്മാരെന്ന് പറഞ്ഞാൽ ഇപ്പം ശരീരത്തിൽ ഇരിക്കുന്ന നമ്മൾ. ഇനി നമുക്ക് സംഭവിക്കും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ സ്വർഗീയന്മാര്. ഹല്ലേലൂയ. ഭൗമിക മനുഷ്യന്റെ പ്രതിമയാണ് ഇപ്പൊ ധരിച്ചിരിക്കുന്നത്. ആദത്തിന്റെ പ്രതിമയാണ് ഇപ്പൊ ധരിച്ചിരിക്കുന്നത്. ഉണ്ടല്ലേ? ആദത്തിന്റെ അതേ ഷേപ്പിലായിരിക്കുന്നത്. ആദം ഹവ്വാമാരെ പോലെ തന്നെയായിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ഭൗമികന്റെ സാദൃശ്യം ധരിച്ചതുപോലെ സ്വർഗീയന്റെ സാദൃശ്യവും ധരിക്കും. സഹോദരന്മാരെ, ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശമാക്കുക സാധ്യമല്ല. നശ്വരമായത് അനശ്വരമായതിനെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഇതാ ഞാൻ നിങ്ങളോട് രഹസ്യം പറയുന്നു, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്ന
കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ഇതൊക്കെ പറയുമ്പോൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ കേൾക്കണം ഈ ദിവസങ്ങൾ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലാതെ ഇവിടെ കുറേ വഴക്കുണ്ടാക്കി അയലോക്കംകാരനോടും പിണങ്ങി ഇവിടുത്തെ കല്ല് അപ്പുറത്ത് നാട്ടി അതിരും മാന്തി വഴക്കും പിടിച്ച് ഉള്ള പോത്തിനെയും വെട്ടി കുറേ അങ്ങനെ ജീവിച്ച് തീരുന്ന അല്ല ഈ ജീവിതം. ഇതിന് ഒരു ഭയങ്കര ഭാഗ്യകരമായൊരു പ്രത്യാശയുള്ള ജീവിതമായത്. എന്നാ നമ്മുടെ പ്രത്യാശ? ഒന്ന് അടിവരയിട്ട് വീട്ടിൽ പോയി വായിക്കണേ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം വായിച്ചു ഇന്ന് ഉറങ്ങാവുള്ളേ. നമ്മൾ ഭൗമികന്റെ നോക്കിക്കോ. ഇതാ ഞാൻ നിങ്ങളോട് രഹസ്യം പറയും, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞു, അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ. ഇത്രയേ ഉള്ളൂ. കണ്ണിമയ്ക്കുന്ന നേരത്തിൽ. എത്ര സമയം ഉണ്ടാവും അല്ലേ? ഇത് തീർന്നു. കണ്ണിമയ്ക്കുന്ന നേരത്തിൽ. നോക്കിയോ. കാഹളം മുഴങ്ങുമ്പോൾ മരിച്ചവർ കണ്ണിമയ്ക്കുന്ന നേരത്തിൽ. ഇതാണ് ഭാഗ്യകരം. കണ്ണിമയ്ക്കുന്നത്ര നേരത്തിൽ വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. അന്നേരം എന്നാ ചെയ്യുന്നേ? നശ്വരമായത് അനശ്വരമായതും മർത്യമായത് അമർത്യമായതും ആകേണ്ടിയിരിക്കുന്നു. അങ്ങനെ നശ്വരമായത് അനശ്വരമായതും മർത്യമായത് അമർത്യതയും പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തെ വരിച്ച് ഗ്രസിച്ചു എന്ന് മരണത്തെ വിജയിച്ച് ഗ്രസിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് യാഥാർത്ഥ്യമാകും. മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ ദംശനം എവിടെ? മരണത്തിന്റെ ദംശനം പാപവും പാപത്തിന്റെ ശക്തി നിയമവുമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന. തീർന്നു. അപ്പം എങ്ങനെയാണ്? ആദ്യത്തെ ചോദ്യം എന്താ? എപ്പോഴാണ്? അന്നേരം പറയുക, അതിനു മുമ്പ് രാജ്യം, ശക്തി, അധികാരം, ഇത് മൂന്നും കർത്താവിനെ പരമേൽപ്പിക്കും. ഹല്ലേലൂയ. ഇനി എന്നിട്ട് ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കാം? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാവുമല്ലോ, അങ്ങനെ ജീവിച്ചാൽ മതി. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ ജീവിക്കണം? ഇതൊന്നും ഇല്ല, മരിച്ചവർ ഉയർക്കുന്നൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ജീവിക്കാം? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, കുറെ ഉണ്ടാക്കുക, കുറെ കഴിക്കുക, കുറെ കഴിപ്പിക്കുക, പിന്നെ അങ്ങനെ അങ്ങ് ജീവിച്ചേച്ചാൽ മതി. ഇതൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെ ജീവിക്കണം? ഏതുള്ളതുകൊണ്ട്? മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു പുനരുത്ഥാനം ഉള്ളതുകൊണ്ട്, കണ്ണിമയ്ക്കുന്ന നേരം കൊണ്ട്. ഹല്ലേലൂയ. കണ്ണിമയ്ക്കുന്ന നേരം കൊണ്ട് നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്തൊരു പ്രത്യാശയല്ലേ അത്! പ്രധാന ദൈവദൂതന്റെ കാഹളം മുഴങ്ങും. സ്വർഗത്തിൽ നിന്ന് നമ്മുടെ കർത്താവ് ഇറങ്ങി വരും. ഭൂമിയിൽ അവിടുത്തെ രാജ്യ സ്ഥാപനത്തിനായിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരും. ഹല്ലേലൂയ. ആ സ്ഥാപിക്കപ്പെടുന്ന രാജ്യത്തിന്റെ വലിയ കിരണങ്ങളാണ് സഭ എന്ന മഹാശക്തിയിലൂടെ ലോകത്ത് വീശി അടിച്ചുകൊണ്ടിരിക്കുന്നത്. സമുദ്രം എങ്ങനെ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നോ അതുപോലെ ഈ ഭൂമി കർത്താവിന്റെ മഹത്വം കൊണ്ട് നിറയുകയാണ്. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തു. ഇപ്പോൾ തന്നെ സ്വീകരിച്ചു. മരണത്തിന്റെ ദംശനം പാപവും പാപത്തിന്റെ ശക്തി നിയമവുമാണ്. സകലവും കീഴടങ്ങുകയാണ് ദൈവരാജ്യത്തിന്റെ ശക്തിക്ക് മുമ്പിൽ. അപ്പൊ ഈ ഭാഗ്യകരമായ പ്രത്യാശ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ ജീവിക്കാമായിരുന്നു? എങ്ങനെ ജീവിക്കാമായിരുന്നു? ഇതിലൊന്നും ഒരു കാര്യമില്ല. കുറെ നാള് ജീവിക്കുന്നു. ഉള്ള നേരത്ത് ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയാൽ മതി. കൂദാശ ജീവിതത്തിനും പ്രാധാന്യമില്ല. ഒന്നിനും ഇതിനൊക്കെ എന്ത് സമയം? കണ്ടകാലം മുഴുവൻ പള്ളിയിൽ പോയിട്ട് എന്നാ കിട്ടി? നല്ല ഒന്നാന്തരം സീരിയൽ നടക്കുമ്പോഴാ കുരിശുവര. ഇതൊക്കെ പറഞ്ഞ് ജീവിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ എന്തുണ്ട്? മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു പുനരുത്ഥാനം ഉണ്ട്. ഉറക്കെ പറഞ്ഞു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു പുനരുത്ഥാനം ഉണ്ട്. നിങ്ങളെല്ലാവരും ആ വാക്യം എന്നോട് ചേർന്ന് പറഞ്ഞു. അവസാന കാഹളം മുഴങ്ങുമ്പോൾ, 52-ാമത്തെ വാക്യം 15:52, അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. നശ്വരമായത് അനശ്വരമായതിനെയും മർത്യമായത് അമർത്യമായതിനെയും ആകേണ്ടിയിരിക്കുന്നു. അങ്ങനെ നശ്വരമായത് അനശ്വരമായതയ്ക്കും മർത്യമായത് അമർത്യമായവയും പ്രാപിക്കുമ്പോൾ മരണത്തെ വിജയിച്ച് ഗ്രസിച്ച് എന്നെഴുതിയിരിക്കുന്ന വചനം യാഥാർത്ഥ്യം. മരണമേ നിന്റെ വിജയം എവിടെ? മരണമേ നിന്റെ ദംശനം എവിടെ? മരണത്തിന്റെ ദംശനം പാപവും പാപത്തിന്റെ ശക്തി നിയമവുമാണ്. നമ്മുടെ കർത്താവ്
കർത്താവ് യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. കരമുയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഉച്ചസ്വരത്തിൽ എന്നോട് ചേർന്ന് പറഞ്ഞു, സർവശക്തനായ ദൈവമേ, ഭാഗ്യകരമായ ഒരു പ്രത്യാശയാൽ എന്നെ നിറച്ചതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് അവിടുത്തെ പരിപാവനമായ ശരീരമാകുന്ന സഭയോട് ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ച് ജീവിക്കുന്ന ഞങ്ങൾ നിർഭാഗ്യവാന്മാരാണെന്നും ഭാഗ്യകരമായ ഉയർപ്പിൻ്റെ ഉറപ്പുമായി കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കാൻ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. കരമുയർത്തി ഒച്ചത്തിൽ പ്രാർത്ഥിച്ച എൻ്റെ കൂടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, ഓരോ മക്കളുടെ മേലും ഈ സമയത്ത് വിജയത്തിൻ്റെ കൊടി നാട്ടണമേ, വിജയത്തിൻ്റെ കൊടി നാട്ടണമേ, വിജയത്തിൻ്റെ കൊടി നാട്ടണമേ. നശ്വരമായ ലോക ചിന്തകളിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാനുള്ള ചിന്താഭിഷേകത്തെ പകരണമേ. അനശ്വരമായ ഹല്ലേലൂയ നശിക്കാത്ത ആ നിത്യജീവന്റെ ഉറപ്പും കൊണ്ട് ഓരോ ഹൃദയങ്ങളെയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, കൈ താഴ്ത്തിയിട്ട് ഇങ്ങോട്ട് നോക്കി. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക. ഹലോ, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക. ക്ഷമ എന്നോട് ചോദിക്കട്ടെ എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ പോയി ക്ഷമ ചോദിക്കാൻ തയ്യാറാവുക. കെറുവും പിണക്കവും മുഖവും വീർപ്പിച്ച് നടന്നിട്ട് എന്നാ കാര്യം, ഇത് വല്ലതും കൊണ്ടുപോകാൻ പറ്റുമോ? പിണങ്ങിയാലും ഇണങ്ങിയാലും അടുത്ത് നിൽക്കുന്ന സഹോദരൻ എത്ര നാളത്തേക്കാണ് കിട്ടിയിരിക്കുന്നത്? കുറച്ച് നാളത്തേക്ക് കിട്ടിയിട്ടുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി ഇവിടെയും അതും അവിടെ നിത്യല്ലേ. അയ്യോ, നാണം കെട്ട് അവിടെ നിൽക്കേണ്ടി. നീ ലോകത്തിന് വേണ്ടി എല്ലാം ഓടി ഇഷ്ടം പോലെ സമ്പാദിച്ചു, വേട്ടി പിടിച്ചു, വാട്ടം പിടിച്ചു വെച്ചിരിക്കുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ കർത്താവേ, സ്പിരിച്വൽ അക്കൗണ്ടിൽ മാത്രം ഒന്നുമില്ല. സ്പിരിച്വൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ട് കേട്ടോ. ഹലോ, ഉറക്കെ പറ ഹല്ലേലൂയ. മറ്റേ അക്കൗണ്ടിൽ വന്നും പോയും ഒക്കെ ട്രാൻസാക്ഷനൊക്കെ നടക്കുന്നുണ്ട്. സ്പിരിച്വൽ അക്കൗണ്ട് അങ്ങ് കാലിയായിട്ട് കിടക്കുക. സ്പിരിച്വൽ അക്കൗണ്ട് അങ്ങോട്ട് നിറയട്ടെ ഈ ദിവസങ്ങളിൽ. 2020 ഞാൻ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഇത്രയും ഉറപ്പോടെ പറയുന്നതെന്ന് അറിയാം. 2020 നമ്മുടെ എല്ലാം വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു വലിയ ആത്മചൈതന്യത്തിൻ്റെ വലിയൊരു ഉണർവിൻ്റെ തിരി കത്തും. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ഉറങ്ങിയിരുന്നെങ്കിൽ ഈ വർഷത്തിൽ ഇന്നൊന്ന് ഭയങ്കരമായ ഒരു ആത്മീക തീ കത്തുവേ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എന്നാ ചെയ്യണമെന്നറിയോ? വ്യക്തിപരമായിട്ട് ഉണർത്തപ്പെടണം. വചനം വായിക്കാനും വചനത്തെ സ്നേഹിക്കാനും കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിൽ പ്രവർത്തിക്കാനും ഓടി നടക്കാനും ഊർജ്ജസ്വലനാകാനും വിധേയപ്പെടാനും കീഴ്പ്പെടാനും അനുസരിക്കാനും വിട്ടുകളയാനും ക്ഷമിക്കാനും പൊറുക്കാനും എല്ലാം ഉള്ള മനസ്സ് സ്വീകരിക്കണം. പൊറുക്കാതിരുന്നിട്ട് എന്നാ കാര്യം? അവിടെ മുറിഞ്ഞു ഇവിടെ മുറിഞ്ഞു എന്നിട്ട് പിണങ്ങി നീക്കി എന്തോ കാര്യത്തിന് വിട്ടുകള. ഇന്ന് ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോൾ ആദ്യത്തെ ഫോൺ കോള് വിളിക്കേണ്ടത് ഭയങ്കര വൈരാഗ്യമുള്ളവരോടായിരിക്കും. അവരോട് പറയണം, എൻ്റെ പൊന്നെ, എന്തിനാ നമ്മൾ രണ്ടുപേരൂടെ, നീ എന്നോട് വേണമെങ്കിൽ നിൻ്റെ ഉള്ളിലും വൈര്യം, ഞാൻ നിന്നോട് വേണമെങ്കിൽ എൻ്റെ ഉള്ളിലും വൈര്യം. നമ്മൾ രണ്ടുപേരും എന്തിനാ അങ്ങനെ ജീവിക്കുന്നത്? നമ്മൾ രണ്ടുപേരും വിളിക്കുന്ന ഒരു ദൈവത്തെയാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ വിളിക്കാം എന്ന് പറഞ്ഞാൽ ഒന്ന് സംസാരിച്ച് നോക്കി. പരിശുദ്ധാത്മാവ് ആ ബന്ധത്തിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇത് ചിരിച്ചോണ്ട് കേട്ടാ പോരാ, ഇതൊന്ന് ചെയ്യണം. ഹലോ, ഇതൊന്ന് ചെയ്യണം. ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. നല്ലതാ, കേൾക്കുക. ഇന്ന് ചെയ്യണം. ഇന്ന് വൈര്യം വിട്ടുകളയണം, ആ വൈരാഗ്യം വിട്ടുകളയണം, ഇന്ന് സ്നേഹത്തെ നിറയണം. കാരണം അതുകൊണ്ടൊക്കെ കാര്യമുള്ളെന്നേ, അതുകൊണ്ടൊക്കെ കാര്യമുള്ളൂ. ഇന്ന് വൈരാഗ്യമുള്ള ഒരാളുടെ ചിത്രം കൺമുമ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആ കരം രണ്ടും വിരിച്ചു പിടിച്ചെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഞാൻ മനഃപൂർവ്വമായി നിന്നോട് ക്ഷമിക്കുന്നു. പറഞ്ഞു ഞാൻ മനഃപൂർവ്വമായി നിന്നോട് ക്ഷമിക്കുന്നു. ഞാൻ മനഃപൂർവ്വമായി നിന്നോട് പറഞ്ഞോ ഞാൻ മനഃപൂർവ്വമായി നിന്നോട് ക്ഷമിക്കുന്നു. ഇല്ലില്ല, ചുമ്മാ പറയരുത്. നല്ലതായിട്ട് ആ മുഖത്തോട് നോക്കി, ആ കണ്ണുകളിലോട്ട് നോക്കി പറഞ്ഞു, നീ എന്നെ തകർത്തു, നീ എന്നെ തളർത്തി, നീ എൻ്റെ തകർച്ചയ്ക്ക് മുഴുവൻ കാരണം നീയാണ്. പക്ഷേ ഇന്ന് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകാൻ വേണ്ടി എനിക്ക് മനസ്സിലായി ഈ ജീവിതത്തിന് അപ്പുറത്തൊരു ജീവിതമുണ്ട്, ഭാഗ്യകരമായ ഒരു പ്രത്യാശയുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ പ്രത്യാശയെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ നിന്നോട് മനഃപൂർവ്വമായി ക്ഷമിക്കുന്നു. പറഞ്ഞു കരമുയർത്തി പറ, ഞാൻ നിന്നോട് സഹോദരരെ ഞാൻ നിങ്ങളോട് മനഃപൂർവ്വമായി പറഞ്ഞു. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. അതെന്നെ തുറന്ന് സമ്മതിക്കുന്നത് എന്നാ മടി? പറഞ്ഞു, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ, നിന്റെ പിഴ, നിന്റെ വലിയ പിഴ എന്ന് പറഞ്ഞ വാക്ക് നിർത്തിയിട്ട് എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ,
ഇത് കുർബാനയെ സമീപിക്കുമ്പം നമ്മൾ പറയും, അത് ഒരു ചടങ്ങ് പോലെ അങ്ങ് പറഞ്ഞു പോവാ, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ, അത് അവിടുന്ന് പറയാൻ പറഞ്ഞുകൊണ്ട് അങ്ങനല്ല. എന്നിട്ട് ബാക്കിയുള്ള ഞായറാഴ്ച രാവിലെ വന്നേച്ച് പറയും എൻ്റെ പിഴ, ബാക്കിയുള്ള എല്ലാ ദിവസവും 6 ദിവസവും പറയും നിൻ്റെ പിഴ, നിൻ്റെ പിഴ, നിൻ്റെ മാത്രം പിഴ. ഞായറാഴ്ച മാത്രം വന്നേച്ച് പറയും എൻ്റെ പിഴ, എൻ്റെ പിഴ. അതാ സ്വീകരണത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ കുർബാനയിലേക്ക് പ്രവേശിക്കും മാത്രമേ ഉള്ളൂ ആ പറച്ചിൽ. ഇന്ന് ആദ്യമായിട്ടൊന്ന് വായി തുറന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് പറഞ്ഞ് എൻ്റെ പിഴ, ഞാനാ പിഴച്ചത്, ഞാനാ നിന്നോട് തെറ്റ് ചെയ്തത്, ഞാനല്ലായിരിക്കാം, പക്ഷേ ആ തെറ്റ് ഏറ്റെടുക്കുന്നതാണ് ക്രിസ്തീയം. നിങ്ങളല്ലായിരിക്കാം, പക്ഷേ നിങ്ങളാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്നതാണ് ക്രിസ്തീയം. യേശുവിന്റെ മേൽ ചുമത്തിയ അപരാധങ്ങളൊന്നും യേശു ചെയ്തല്ലായിരുന്നു, പക്ഷെ അതിനെ ഏറ്റെടുത്ത് യേശു മാതൃക കാണിച്ചു വന്നു. നമ്മളോട് പറഞ്ഞു, ഇതാണ് ക്രിസ്തീയത, ഇതാണ് ക്രിസ്തീയ ജീവിതം. കരമുയർത്തി പിരിച്ചു പിടിക്കാം, ഉറക്കെ പറയാം ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഈ സമയത്ത് എന്റെ പിഴയാണ്, ഞാനാണ് അപരാധം ചെയ്തത്, ഞാനാണ് തെറ്റ് ചെയ്തത്, എന്റെ മിസ്റ്റേക്കാത്, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ. എല്ലാവരും പറഞ്ഞ് എന്നോട് ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ. ഹല്ലേലൂയ. ഏക ആത്മാവിൽ പറ, എന്നോട് പൊറുക്കണമേ, എന്നോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. അഭിഷേകത്തിൽ നിറഞ്ഞ കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. അഭിഷേകത്തിൽ നിറഞ്ഞ കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഒരാ ശക്തിയോടെ കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയുടെ വലിയ ശക്തിയെ സ്വാഗതം ചെയ്യുന്നു. ഓ ജീസസ്, ഹൃദയങ്ങൾക്ക് പശ്ചാത്താപവും മനസ്സുകൾക്ക് വ്യത്യസ്തതയും വരുത്തുവാൻ ഒരു പ്രസംഗത്തിൻ്റെ ശക്തികൾക്കും കഴിയുകയില്ല എന്നറിയാം. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലെ ഹൃദയങ്ങളോട് ഇടപെടണമേ. ഈ നിമിഷത്തിൽ ഇത്തിൽക്കണ്ണി പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഹന്തകള്, അഹങ്കാരങ്ങള് ഒരേ സ്വരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ. നിങ്ങളും കൂടെ എന്നോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളും കൂടെ ഒന്ന് എന്നോട് ചേർന്ന് വന്ന് എഴുന്നേറ്റ് നമുക്കൊന്ന് ഈ ജനത്തിന് വേണ്ടി കൈ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഏക സ്വരത്തിൽ ഹല്ലേലൂയ. നിങ്ങളവിടെ ഇരുന്നോ? ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുക. കർത്താവേ, ഹല്ലേലൂയ. കർത്താവ് തന്ന അധികാരത്തെ ഈ സമയത്ത് ഞങ്ങൾ ഈ മക്കളുടെ മേൽ റിലീസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സന്യസ്തരെ പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യത്തിൻ്റെ അധികാരത്തെ റിലീസ് ചെയ്തുകൊണ്ട് അവിടുത്തെ ശ്രേഷ്ഠ അഭിഷേകൻ ഇവിടെ നിൽക്കുന്നു. ഈ സമയത്ത് പാപക്ഷമയുടെ അഭിഷേകത്തെ പകരണമേ, അഹന്തകളെ, അഹങ്കാരങ്ങളെ, സകല വിത്തുകളെയും പൊട്ടിച്ചെറിയുന്ന ജീവന്റെ ശക്തിയെ പകരണമേ. എല്ലാവരും പ്രാർത്ഥിച്ചേ, ഉറച്ചു പ്രാർത്ഥിച്ചേ, വായി തുറന്നു പ്രാർത്ഥിച്ചേ, വിളിച്ചേ കർത്താവേ, എന്റെ മേലെ അഗ്നി ഒന്ന് കത്തട്ടെ. ഇത് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യങ്ങൾ നടക്കും സഹോദരങ്ങളെ, ഇത് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യങ്ങൾ നടക്കും. സാധാരണ പ്രാർത്ഥനയല്ല, ഈ പ്രാർത്ഥനയിൽ സൗഖ്യങ്ങൾ നടക്കും. ഇത് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യങ്ങൾ നടക്കും. ഇത് പ്രാർത്ഥിക്കുമ്പോൾ മാരക രോഗങ്ങൾ വിട്ടുമാറും. ഇത് പ്രാർത്ഥിക്കുമ്പോൾ മാരക രോഗങ്ങൾ വിട്ടുമാറും. നമ്മൾ ഒരുമിച്ച് കയ്പ് ഉള്ളിൽ നിന്ന് വിട്ടുകളയുമ്പോൾ, കയ്പുള്ളത്തിൽ നിന്ന് വിട്ടുകളയുമ്പോൾ ഹല്ലേലൂയ, പൊറുക്കാനും ക്ഷമിക്കാനുമുള്ള അഭിഷേകത്താൽ നിറയുമ്പോൾ നിങ്ങൾ പോലും അറിയാത്ത വഴികൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടും. എന്റെ തടസ്സം എങ്ങനെ മാറുമെന്ന് ചോദിക്കണമെങ്കിൽ ഞാനിന്ന് ആവർത്തിച്ച് പറയാം, ക്ഷമിച്ചോ, മനഃപൂർവമായിട്ട് ക്ഷമിച്ചോ, ആവർത്തിച്ച് ക്ഷമിച്ചോ. ഹല്ലേലൂയ. മനഃപൂർവമായിട്ട് ക്ഷമിച്ചോ. തുറന്നു പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ ആ വ്യക്തിയോട്, ഞാൻ ആ കുടുംബത്തോട്, ഞാൻ ആ അയൽപക്കത്തോട്, എൻ്റെ സഹോദരരെ നിന്നോട്, എൻ്റെ സഹോദരരെ നിങ്ങളോട് എല്ലാ വൈര്യങ്ങളും, എല്ലാ വൈരാഗ്യങ്ങളും സകലവും ഹൃദയത്തിൽ നിന്ന് മാറട്ടെ. ആയിരക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഇറങ്ങി വരണമേ, എൻ്റെ ദൈവമേ, ഓരോ മക്കളെയും തൊടണമേ. വിളിച്ചേ, ഉള്ളീന്ന് വിളിച്ചേ, യേശുവേ, സ്പർശിക്കണമേ രാജാവേ, സർവശക്തനെ, എന്റെ യേശുവേ. എല്ലാ അശുദ്ധിയും ചാരമാകട്ടെ,
എല്ലാ മദ്യാസക്തികളും മാറിപ്പോട്ടെ. എല്ലാ പുകവലിയുടെ ആസക്തികളും മാറിപ്പോട്ടെ. എല്ലാ അസൂയകളും മാറിപ്പോട്ടെ. എല്ലാ ശുദ്ധിയുടെ വേരുകളും പറയട്ടെ. ഒരുമിച്ച് വിശ്വസിക്കുന്നു, ഒരുമിച്ച് വിശ്വസിക്കുന്നു. സർവശക്തനായ ദൈവമേ, സഹോദരരെ, നിങ്ങളോട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു എന്ന് തുറന്നു പറഞ്ഞു. ആ കൃപയ്ക്ക് വേണ്ടി അപേക്ഷിച്ചോ, ആഴമായിട്ട് വിളിച്ചോ. കുരിശിന്റെ ചോട്ടിലോട്ട് വാ. എല്ലാം ഇറക്കി വെക്ക്, എല്ലാം ഇറക്കി വെക്ക്. എല്ലാ സങ്കടങ്ങളെ ഇറക്കി വെച്ചോ. വിളിച്ചോ. എന്റെ അശുദ്ധി എല്ലാം ചാരമാകട്ടെ. ആവർത്തിച്ച് വിളിച്ചേ. എന്റെ ദൈവമേ, എന്നെ സ്പർശിക്കണമേ. ഈ നിമിഷത്തിൽ എന്നെ തൊടണമേ. എന്റെ രാജാവേ, സർവശക്തനെ, അങ്ങയുടെ ജീവനെ എന്റെ മേലെ കയക്കണമേ. വിളിച്ചേ, 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 വിളിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ യേശുവേ, ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഹല്ലേലൂയ. കാരുണ്യത്തിന്റെ കടലെ ഇറങ്ങി വരണമേ കർത്താവേ. ഹല്ലേലൂയ. ഏക ആത്മാവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, അവിടുത്തെ പുത്രനെ ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിന്റെ പൊന്നുനാമത്തിൽ ഒരേ മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമയത്ത് ഇതിൽക്കണ്ണി പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാപപ്രകൃതികൾ ഒരിക്കലും ഈ മകളെ വിട്ടുതരത്തില്ല എന്ന് പറയുന്ന എല്ലാ പിടിവലികളും, എല്ലാ ദുരാലോചനകളും, എല്ലാ പാപപ്രകൃതികളും അഴിയട്ടെ. യേശുവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപിച്ചു തുടങ്ങട്ടെ. പരിശുദ്ധാത്മാവേ, എന്റെ ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛാ, ഇപ്പൊ ആ സിസ്റ്റത്തിന്റെ പുറകെ ഇരിക്കുന്ന ആ മോളെ കണ്ടോ? ആ മകളെ കണ്ടോ? ആ സിസ്റ്റത്തിന്റെ ഇപ്പുറത്തിരിക്കുന്ന ചുമല ഷോളിട്ടെ ആ മകളുടെ അടുക്കിലേക്ക് ഈശോയുടെ അരൂപി ഇറങ്ങി വരുന്നുണ്ട്. എഴുന്നേറ്റോ, എഴുന്നേറ്റോ, എഴുന്നേറ്റോ മോളെ. ഇങ്ങോട്ട് ഓടിവാ, ഓടിവാ മോനെ, ഓടിവാ. നിന്റെ മേലെ കർത്താവിന്റെ കരുണ ഇറങ്ങി വരുന്നുണ്ട്. നിന്റെ വിളി ഭയങ്കരമാ. നിന്റെ ഉള്ളിലോട്ട് കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരും. എന്നാ പേര്, എന്നാ പേര് മോനെ? എന്നാ പേര്? അനീഷ. അനീഷ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക. ഇന്ന് അനീഷ പറയണം, അനീഷയുടെ നട്ടലില് 2 സ്ഥലത്ത് കണ്ണികൾക്കിടയിൽ അകലിച്ച നിമിത്തം 11ാമത്തെ വയസ്സു മുതൽ നിന്നെ പിന്തുടരുന്ന ഒരു നട്ടലിന്റെ വേദന നിനക്കുണ്ടോ ഇല്ലയോ? ഉണ്ട്. അതെങ്ങനെ ഉണ്ടായതാ? അത് പഠിക്കുമ്പോ വീണതാ. മോനെ, നിന്റെ മേലെ കർത്താവിന്റെ കരുണ വരുന്നു. ഒന്ന് റിലീസ് ചെയ്തു ആ പൗരോഹിത്യ അധികാരത്തിന്റെ ശക്തി. കർത്താവേ, ഈ മകളെ സൗഖ്യപ്പെടുത്തണമേ. എല്ലാം സൗഖ്യപ്പെടട്ടെ. ശരീരരോഗങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം ഉണ്ടാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ദിനത്താൽ കഴിയും മകൾ സൗഖ്യം പ്രാപിക്കട്ടെ. ആമേൻ. ചാടി എഴുന്നേറ്റോ മോനെ, ചാടി എഴുന്നേറ്റോ, ചാടി എഴുന്നേറ്റോ, ചാടി എഴുന്നേറ്റോ. എന്നാ പേര്? അനീഷ. അനീഷ, ഉള്ളതേ പറയാവുള്ളൂ. നമ്മൾ സർവശക്തനായ ദൈവത്തിന് മുമ്പിലാണ് നിൽക്കുന്നത്. എന്നേലും പ്രയാസം നട്ടലിലുണ്ടോന്ന് നോക്കിക്കാൻ മോനെ. ഇവളവിടെ ഇരുന്നപ്പോ ഇവളെ വിളിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞു. എനിക്ക് ഇവളെ അറിയത്തില്ല. നമ്മൾ ആദ്യം കാണുകയാണ്. അതെ, അതെ, ആദ്യമായിട്ട് കാണുന്നേ. ഇവളെ വിളിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞു. അതാ ഞാൻ പെട്ടെന്ന് വിളിച്ച് നോക്കിയാ. പോയി. ഒരു പ്രശ്നമില്ല. അവിടെ ഇരുന്നപ്പോ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പൊ എനിക്ക് വേദനയില്ല. ഞങ്ങളെ തട്ടി നമുക്ക് യേശുവിന് ആരാധന. ഇന്ന് ആ കാരുണ്യത്തിന്റെ കടലായിട്ട് കർത്താവ് ഇവിടെ ആർത്തിരമ്പി ഇറങ്ങിയിരിക്കുക കേട്ടോ. അയ്യോ, ഒന്ന് വിളിച്ചോ, ഒന്ന് വിളിച്ചോ, ഒന്ന് വിളിച്ചോ. സർവശക്തനായ ദൈവമേ, കൈവച്ചോ, നിങ്ങൾ തന്നെ കൈവച്ചോ. ഇങ്ങോട്ട് എത്ര പേർക്ക് വരാൻ പറ്റും?
ഇത്രയും ജനത്തെ ഇവിടെ വെച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ 5 മണി കഴിഞ്ഞാലും ഇന്ന് പ്രാർത്ഥന തീരത്തില്ല. പക്ഷെ നിങ്ങൾ നിൽക്കുന്ന ഇടത്ത് നിങ്ങളുടെ രോഗമുള്ളിടത്തോട് കൈ അങ്ങോട്ട് വെച്ചോ, ആർത്ത് വിളിച്ചോ, എൻ്റെ കർത്താവേ ഞാൻ അത്ഭുതത്തെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. തളർന്ന കൈക്കകത്തോട്ട് കർത്താവിന്റെ ശക്തി ഇറങ്ങി വരും. തളർന്ന കൈക്കകത്തോട്ട് കർത്താവിന്റെ ശക്തി ഇറങ്ങി വരും. ജീവന്റെ ശക്തി. ഓ വിളിച്ചോ. ഇവിടെ മുഴുവൻ പുനരുത്ഥാനത്തിന്റെ ശക്തി ഒരറ്റം മുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുക. എന്റെ കർത്താവേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്ത്. ആ കണ്ണു തുടയ്ക്കുന്ന ആളെ കണ്ടോ? കണ്ണാടി വെച്ച് കണ്ണു തുടയ്ക്കുന്ന ആളെ കണ്ടോ? പക്ഷെ ഈ 3-ാമത്തെ റോയിൽ 4-ാമത്തെ റോയിൽ കണ്ണാടി വെച്ച് ആ റോസ് ചുരിദാറിട്ട് എഴുന്നേറ്റോ. പക്ഷെ അത് ഭയങ്കര കാര്യസമാണല്ലോ. അടുത്ത് നിൽക്കുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് ഗ്രേസ് കമ്മ്യൂണിറ്റിക്ക് കത്തോലിക്ക സഭയിൽ നിന്ന് വന്നിരിക്കുന്ന ചാപ്ലൈൻ എന്റെ സഭാംഗമാണ്. OCD പ്രസാദ് തിരുവത്തച്ഛനെ തന്നിരിക്കുന്നത്. അറിയാം. കർമ്മലീത്തയാ. ആ അച്ഛനിലൂടെയാ ഞാൻ നിങ്ങളുടെ ഈ പുറയിലുള്ള ഇതിന്റെയൊക്കെ പ്രാധാന്യം അച്ഛൻ എന്നെ പഠിപ്പിച്ച്, എന്തിനാ ഇതെന്നൊക്കെ പഠിപ്പിച്ച്. ഹല്ലേലൂയ. എന്നാ പേര്? ഓടി വന്നു, മുട്ടുകുത്തിക്കോ, ഒറ്റ വിളിച്ചോ. ഷീന, എൻ്റെ മുഖത്തോട്ട് നോക്കിക്കോ. ഈ പറയുന്ന ഉള്ളതാണോ എന്ന് പറയണം. ഈ നമുക്കൊക്കെ ജോലിയൊക്കെ എടുക്കുമ്പോൾ ഈ തോളിനും കൈക്കും ഒക്കെ വേദന വരും. അത് സർവ്വസാധാരണമാണ്. പ്രത്യേകിച്ച് കൂടുതലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് കൈക്ക് വേദന വരും. പക്ഷേ ഷീനയുടെ പ്രശ്നം കർത്താവ് എന്നോട് പറഞ്ഞത്, ഇവിടുന്ന് ഇങ്ങോട്ട് ഈ കഴുത്തിൻ്റെ പുറകിൽ നിന്ന് ഇങ്ങനെ കൈവെക്കുന്ന സ്ഥലമില്ലേ, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വേദന ഇറങ്ങിയിട്ട് ഈ ഒരു കൈ തളർന്നു പോവാം. ഈ കൈ കൊണ്ട് ഒരു ഗ്ലാസ്സിലെ വെള്ളം പോലും പൊക്കാൻ പറ്റില്ല. ഉള്ളതാണോ ഈ പറയുന്നത്? എത്ര വർഷമായി മോനെ തുടങ്ങി? കുറച്ച് വർഷമായതാ. അല്ലാതെ ഒരു ദിവസം കൊണ്ടുണ്ടായതാണോ? വീഴ്ചയിലോ വല്ലതും സംഭവിച്ചോ? അല്ല, കൂടി വന്നതാ. പതിയെ കൂടി വന്നു. ഇപ്പൊ എത്ര വർഷമായി കാണുന്നത് വന്നിട്ട്? ഒരു 3-4 വർഷമായിട്ടുണ്ടാവും. ഇപ്പൊ ഈ ഒരു ഗ്ലാസ്സിലെ വെള്ളം പോലും കൈകൊണ്ട് ഉയർത്താൻ പറ്റാത്ത സ്ഥിതിയിലായിട്ട് എത്ര നാളായി? സമയത്ത് കൂടുതലായിട്ട് വരുന്നത്. ഇന്ന് കർത്താവിന്റെ കരുണ കൊണ്ട് എന്റെ ദൈവം നിന്നെ നിറയ്ക്കുന്നു. ഒറ്റ വിളിച്ചോട്ടോ. Father, in the name of Jesus. Oh, hallelujah. യേശുവിന്റെ നാമത്തിൽ കർത്താവ് നിന്നോട് ഇത് ചെയ്യാൻ പറയുന്നു. എഴുന്നേറ്റ് മോളെ, എഴുന്നേറ്റ്. ആ കൈ അടിച്ച് കർത്താവിന് നന്ദി പറയാൻ പറയുന്നേ. കൈ അടിച്ച് ആ ടൗല് താഴെ ഇട്ടു. കൈ അടിച്ച് കർത്താവിന് നന്ദി പറയാൻ പറയുന്നത്. ചില മിനിറ്റുകൾ കൈയടിച്ച് നമുക്ക് ഒരുമിച്ച് കരമടിച്ച് ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞു. ഇപ്പോഴീ സമയത്ത് നീ ആ കൊണ്ടുവന്ന എന്തെങ്കിലും പ്രയാസത്തോടെ ഉണ്ടോ എന്ന് നോക്കി, നല്ലതായിട്ട് നോക്കും. ഇതാ ഇവിടുന്ന് ശരിക്കും നോക്കും. ചുമ്മാ ഉയർത്തിക്കും. ഒരു ഗ്ലാസ്സിലെ വെള്ളം അല്ലാണ്ട് കുപ്പിയിലെ വെള്ളം ചുമ്മാ 2 വിരലും കൊണ്ട് ഇങ്ങനെ പൊക്കിക്കും. ഇതാണ്ടിരിക്കും. സിസ്റ്റർ എടുത്ത് കരുതി 2 വിരലും കൊണ്ട് ഇങ്ങനെ അമർത്തി പിടിച്ച് പൊക്കി. ചുമ്മാ ഉയർത്തിക്കും. ഉയരാണ്. ഒരു ചായ കൈ കൊണ്ട് എടുക്കാൻ പറ്റില്ലല്ലേ ഇത് പ്രയാസം വരുമ്പോ? ഒരു ചായ, ഒരു ഗ്ലാസ്സിലെ ചായ വെള്ളം കയ്യിലും കൊണ്ട് എടുക്കാൻ പറ്റും. ഹല്ലേലൂയ. ഞാൻ കാണുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ. അടുത്തയാള് കൈകൂപ്പി നിൽക്കുന്ന ഇതേപോലെ തന്നെ കണ്ണാടി വെച്ച നീല ഉടുപ്പ്, എഴുന്നേറ്റും. അതിന്റെ പുറയില് അത് ഇതുപോലെ തന്നെയാ. ചോദിച്ചു വച്ചാ, അയ്യോ ഭയങ്കര കൃത്യതയാ. ഓടിവാ. അയ്യോ പെട്ടെന്ന് വിടാം.
സാറേ വേഗം വിളിച്ച് വരാൻ ഇടപെട്ട്. ആ സമയമാണ്. ആ സമയം ഒട്ടും വൈകരുത്. ടൈം ഒട്ടും വൈകരുത്. ഹല്ലേലൂയ. എന്നാ പേര്? രിഷ. ഇതേ പ്രശ്നമല്ലേ ഇത് ഇങ്ങോട്ടും കൂടെ വ്യാപിച്ചത്? സെർവിക്കൽ സ്പോണ്ടിലോസിസ് ആണ്. പോലെ ഇവിടെ നിൽക്കും. സെർവിക്കൽ സ്പോണ്ടിലോസിസ് ആണ്. എത്ര നാളായി? 3 വർഷമായി. ഇവിടുന്ന് ഇങ്ങോട്ട് പോവാ അല്ലേ? കൈവച്ചു അവിടെ മുട്ടുകുത്തിക്കും. സർവശക്തനായ ദൈവമേ, അവിടുത്തെ അധികാരത്തെ റിലീസ് ചെയ്യണമേ. പ്രാർത്ഥിച്ചോ. ആ കൈ അങ്ങോട്ട് വെച്ചോ. കൈ എടുത്ത കഴുത്തലോട്ട് വെച്ചോ. കർത്താവേ, ഈ സമയത്ത് ഏക ആത്മാവിൽ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ജീവന്റെ ശക്തി, അതിഭയങ്കരമായ ശക്തി ഈ ശരീരത്തിലേക്ക് പകരണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, മാധ്യസ്ഥം സ്വീകരിക്കുന്നു. സകല ശ്ലൈഹിക വിശുദ്ധന്മാരുടെയും മാധ്യസ്ഥം സ്വീകരിക്കുന്നു. വിശുദ്ധ മാലാഖമാരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചോ. കൈനീട്ടി പ്രാർത്ഥിച്ചോ. സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഒഴിയട്ടെ, വിട്ടുമാറട്ടെ. കരം തട്ടി നമുക്ക് യേശുവിന് ആരാധന കൊടുക്കാം. കരം തട്ടി കർത്താവിന് സ്തോത്രം ചെയ്യാം. എഴുന്നേറ്റോ മോളെ, എഴുന്നേറ്റോ. ഏത് സൈഡിലോട്ട് തിരിക്കുമ്പോഴായിരുന്നു? ഇവിടെ ഇങ്ങനെ കോട്ടിൽ വെച്ച് വലിക്കുന്ന പോലെ പ്രയാസമുള്ള ഈ സൈഡിലോട്ട് തിരിക്കും. ഏതാ? ഈ സൈഡിലാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത്, അതായത് കർത്താവിനോട് പറഞ്ഞു ഒരു സൈഡിലേക്ക് തിരിക്കുമ്പോൾ ഞരമ്പിങ്ങനെ അവിടെ ബ്ലോക്കായിട്ട് വലിഞ്ഞിട്ട് ഇങ്ങനെ തിരിക്കാൻ കഴിയില്ല. അത് ഏത് സൈഡാന്ന് ഞാൻ ചോദിക്കുന്നത്? ഈ സൈഡിൽ. ചുമ്മാ കറക്കി. എന്നാ വേണം ചെയ്തേ? ഈ മകളോട് ചേർന്ന് കർത്താവിന് നന്ദി പറയാം. എന്നാ സംഭവിച്ചത്? ഒരു വേദനയില്ല. ശരിക്കും നോക്കി നല്ലതായിട്ട് ഒരു പ്രശ്നം ഇല്ല. എന്നാ സന്തോഷത്തോടെ വീട്ടിൽ പോ. നോക്കിയാ മോനെ, 2 വിരലും കൊണ്ട് പൊക്കിയാ ഉയർത്തി പിടിച്ചു. ഇല്ല. ഒരു കുഴപ്പം. കരങ്ങളെ തട്ടി നമുക്ക് യേശുവിന് ആരാധന കൊടുക്കാം. സൗഖ്യത്തെ സ്വീകരിച്ചു. ഓരോ മക്കളും സൗഖ്യത്തെ സ്വീകരിച്ചു. ഞാൻ ആദ്യം നമ്മൾ വിളിച്ച ആ സിസ്റ്റർ ഇല്ലേ, അവൾക്ക് വലിയൊരു സർജറി തന്നെയാണ് നടന്നിരിക്കുന്നത്. കാരണം 2 സ്ഥലത്തുള്ള ഗ്യാപ്പായിരുന്നു. അതിനെ കർത്താവ് ഫില്ല് ചെയ്തിരിക്കുക. ഹല്ലേലൂയ. ആ മകളെന്തി? അത് അജിഷ അല്ലേ? 2 സ്ഥലത്ത് നീ സ്കാനൊക്കെ ചെയ്തപ്പോൾ അത് കണ്ടിട്ടുണ്ടാവും അല്ലേ? കർത്താവിന്റെ കരുണയാ. കരമടിച്ചെന്ന് യേശുവിന് ആരാധന. ഓരോ മക്കളും ഈ സമയത്ത് സ്വീകരിക്കാൻ തുടങ്ങി. അച്ഛാ, ഇവിടെ ചെറുപുഴയിൽ നമ്മൾ നടത്തിയ മീറ്റിങ്ങിലാണ് ബ്രെയിൻ ട്യൂമർ ഉള്ള ഒരു കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കി. ഇവിടെ വെച്ച് അച്ഛൻ ആ മോളെ കണ്ടിട്ടുണ്ടോ? അവള് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. ഓടി പാടാവനെ സുന്ദരിക്കുട്ടിയാ. ഹല്ലേലൂയ. ഇവിടെ ഈ ഹോളിൽ വെച്ചാണ് ബ്രെയിൻ ട്യൂമർ ഉള്ള കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കി. ഒരു ചങ്ങനാശ്ശേരി വന്നായിരുന്നു അച്ഛൻ. ഒരു തിരുവനന്തപുരത്ത് പോയി മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞ് വെള്ളിയാഴ്ച എല്ലാ ചെക്കപ്പും പരിശോധനയും കഴിഞ്ഞ് റിപ്പോർട്ട് കിട്ടി. തിരുവനന്തപുരത്ത് ഏത് ഹോസ്പിറ്റലായിരുന്നു മോനെ ചികിത്സ? തിരുവനന്തപുരത്ത് ശ്രീചിത്രയില. അച്ഛൻ്റെ അനുഗ്രഹം ഒന്ന് വാങ്ങിക്കും. ഹല്ലേലൂയ. തിരുവനന്തപുരത്ത് ശ്രീചിത്രയിലായിരുന്നു. ഏഞ്ചൽ എന്നാ പേര്. എന്റെ മോളുടെ പേര് ഏഞ്ചൽ എന്നാ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരാദ്യം ഈ ഹോളി പ്രാർത്ഥിക്കാൻ വരുന്ന എത്ര പേര് ഓർക്കുന്നുണ്ട്? അന്ന് ആദ്യമായിട്ട് ഇവർ ഈ ഹോളി പ്രാർത്ഥിക്കാൻ വരുന്നത് കണ്ടിട്ട് കുറച്ച് പേര് അന്ന് ഉള്ളവരുണ്ട്. അന്ന് സങ്കടം കാരണം ഈ കുടുംബം ഞങ്ങൾ പൊട്ടിക്കരഞ്ഞുപോയി. ഈ കുഞ്ഞിന്റെ ഈ തല പൊട്ടിച്ച് ശസ്ത്രക്രിയ ചെയ്യേണ്ടിയ ആ ഒരു തീവ്രാവസ്ഥയെക്കുറിച്ച് ഇവരുടെ അപ്പൻ എന്തേ, ഈ കുഞ്ഞിന്റെ അപ്പൻ എന്തേ, ആ കുടുംബം ഇരിക്കുന്ന കേട്ടോ, ആ പിതാവ് വിശദീകരിച്ചപ്പോൾ അച്ഛ ഹൃദയം തകർന്നു പോയി. അന്ന് സണ്ണി സാർ ഉണ്ടായിരുന്നു അല്ലേ? സണ്ണി സാർ നമ്മൾ ഒറ്റ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചുള്ളൂ. എൻ്റെ ദൈവമേ, ഈ കുഞ്ഞിന് ഇനിയൊരു ചെക്കപ്പിന് പോകുമ്പം ഈ ട്യൂമർ അവിടെ കാണരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അതൊന്ന് ആ പഴയ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, പൊട്ടി കരഞ്ഞു പോയി നമ്മൾ ആ ഒറ്റ പ്രാർത്ഥനയിൽ. ഈ ഏഞ്ചലിനെ, നമ്മുടെ മാലാഖയെ കർത്താവ് നമുക്ക് തിരിച്ചു തന്നു. ഹല്ലേലൂയ. ആ കുടുംബം ഇന്ന് എത്ര സന്തോഷത്തിലാണ്. എല്ലാ ചെക്കപ്പും കഴിഞ്ഞു, ആ ട്യൂമർ അവിടെ ഇല്ല. ഹല്ലേലൂയ. ആ റിപ്പോർട്ടുമായിട്ട് അവർ വന്ന് കർത്താവിന് സാക്ഷ്യം വഹിച്ചത്. ഇന്ന് ഇതുപോലെ ട്യൂമറും ക്യാൻസറും ഏത് മാരകമായതായിക്കോട്ടെ വിളിച്ചേ, നമ്മുടെ കർത്താവ് വന്നിട്ടുണ്ടെന്ന്. വിളിച്ചേ, വായി തുറന്നങ്ങ് വിളിച്ചേ, സർവശക്തനായ ദൈവമേ നിന്ന് വിളിച്ചേ, കർത്താവിന്റെ വിശുദ്ധീകരണത്തിലോട്ട് പ്രവേശിച്ചേ, കർത്താവിന്റെ വിശുദ്ധീകരണത്തിലേക്ക് ഒന്ന് പ്രവേശിച്ചേ. ഹല്ലേലൂയ. കർത്താവിന്റെ വിശുദ്ധീകരണത്തിലേക്ക് ഒന്ന് പ്രവേശിച്ചേ. ഓരോ ശരീരങ്ങളെയും തൊടണമേ. നടക്കാൻ കഴിയാത്ത മക്കളെ തുള്ളിച്ചാടി നടത്തണമേ, തുള്ളിച്ചാടി നടത്തണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോലെ ആഴമായിട്ട് ആഗ്രഹിച്ച് സ്ലീഹന്മാരിൽ ഒരു ചെറുപ്പക്കാരിയെ അവിടെ വണ്ടിയെ കൊണ്ടുവന്നിട്ട് തലേണയൊക്കെ ആയിട്ട് രണ്ട് സിസ്റ്റേഴ്സ് ഇടത്തും വലത്തും നിർത്തി അവരെ ചുമന്നുകൊണ്ട് വന്ന്. അവരെവിടെ ഇരിക്കുന്നത്? അവിടെ ആയിരിക്കുന്നത് അല്ലേ? ഞാൻ അവര് ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ ആ വാനിലിരിക്കുകയായിരുന്നു. അങ്ങോട്ട് വരാം, അവിടെ ഇരുന്നു. ഈ സമയത്ത് ഭർത്താവിൻ്റെ ഞാൻ കാണുകയായിരുന്നു ആ സിസ്റ്റേഴ്സിൻ്റെ വിശ്വാസം. അവർ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ആ തലേണയായിട്ട് അവിടെ ആയിരിക്കുന്നത് അല്ലേ? ബ്രദർ ബോബൻ അങ്ങോട്ട് ചെന്നു. ഇന്ന് ചുമന്നുകൊണ്ട് വന്നതിനെ കർത്താവ് നടത്തിക്കൊണ്ട് വിടും. ഒരു സംശയം വേണ്ട. കരമുയർത്തി പ്രാർത്ഥിച്ചോ. സർവശക്തനായ ദൈവമേ, സ്ലീഹന്മാരിൽ നിറഞ്ഞ പോലെ അവിടുത്തെ ശക്തിയേകി നയിക്കണമേ. അവിടെയുള്ള എല്ലാവരും കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. നമുക്ക് ഒരുമിച്ച് ആ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. അച്ഛാ, നമുക്ക് അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നങ്ങ് പ്രാർത്ഥിക്കാം. നമുക്ക് അതിനെ ചുമന്നോണ്ട് വന്നിട്ട് നമുക്കങ്ങ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആരാ അതിനെ ഇങ്ങോട്ടൊന്ന് ചുമന്നോണ്ട് വരാൻ ആരാ? ബ്രദർ ബോബനെ ഒന്ന് സഹായിക്കുന്ന ആരാ? എനിക്കറിയാം ആൾക്കൂട്ടമൊക്കെയാണ്, പക്ഷേ ഇട കൊടുത്താൽ ആ ചുമന്നുകൊണ്ട് വന്നവരുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് അങ്ങ് എഴുന്നേൽപ്പിക്കും. അതിനെ ഇങ്ങോട്ട് സ്ലീഹന്മാരിൽ ശക്തിയേകിന സ്ലീഹന്മാരിൽ അവളുടെ മേലെ കർത്താവിന്റെ കരുണ ഇറങ്ങട്ടെ. സ്ലീഹന്മാരിൽ ഈ കസേര കൊണ്ട് ഇരുത്തേക്ക്. ജീവന്റെ ശക്തി അങ്ങോട്ട് വ്യാപിക്കാൻ പോവാ. നമ്മൾ ഒരു മനസ്സോടെ അങ്ങ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. കർത്താവിന്റെ മഹത്വം കൊണ്ട് നീ ശരീരം നിറയട്ടെ. ഹല്ലേലൂയ. നമുക്കൊന്ന് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. എന്നാ പറ്റിയത്? ക്യാൻസർ. എവിടെ ക്യാൻസർ? തലയില. സ്പ്രെഡാ. 4th സ്റ്റേജാ. നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. കർത്താവിന്റെ കൈ ഇറങ്ങി വരണം. ഇത്രയും ജനം ഒരുമിച്ച് നമുക്കൊന്ന് വിശ്വസിക്കാം. അച്ഛനോട് ഒന്ന് വരാമെങ്കിലും. ഹല്ലേലൂയ. ദിവ്യകാരുണ്യ ഈശോയെ, നമുക്കൊന്ന് കൈനീട്ടാം, ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനെ വിശ്വസിക്കുന്ന കർത്താവേ, വിശ്വസിക്കുന്ന സർവശക്തനെ, ഹല്ലേലൂയ. സാധ്യതകളില്ലാത്ത ദൈവത്തിന്റെ പുത്ര, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനെ, അങ്ങയുടെ സ്പർശനത്താല് ആ ക്യാൻസർ എല്ലാം ഒന്ന് കരിയട്ടെ. ഉറച്ചു വിളിച്ചോ. ഉറച്ചു വിളിച്ചോ.
യേശുവേ യേശുവേ ആരാധന യേശുവേ യേശുവേ ആരാധന ആരാധന യേശുവേ യേശുവേ കരുണ 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 ദിവ്യകാരുണീശോയേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. വിളിച്ചോ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഉറച്ചു വിളിച്ചോ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. With the power of exorcism, the priest is releasing his authority. Right now, the time has come. Receive your healing. Receive your healing. In the name of Father, Son, and Holy Spirit, through the power of exorcism, we are releasing your anointment of the Holy Spirit. Touch your daughter. Set your daughter free. In the name of Jesus. Amen. ചാടി എഴുന്നേറ്റ് വാ മോളെ, ചാടി എഴുന്നേറ്റ് വാ. മിടുക്കിയായിട്ട് നടന്നു, മിടുക്കിയായിട്ട് നടന്നു, മിടുക്കിയായിട്ട് ഓടി നടന്നു. ഓടിക്കോ, 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 ഓടിക്കോ. നിനക്ക് പുതിയ ജീവന, നിനക്ക് പുതിയ ജീവന കർത്താവ് തന്നേക്കാം. നിനക്ക് പുതിയ ജീവന കർത്താവ്. Through the power of exorcism, the name of Father, Son, and Holy Spirit. Through the power of exorcism, the name of Father, Son, and Holy Spirit. ഓടി നടന്നു, ഓടി നടന്ന കർത്താവ്, ഓടി നടന്ന കർത്താവിന്റെ സാക്ഷ്യം, ഓടി നടന്ന കർത്താവിന്റെ സാക്ഷ്യം. ഓടിക്കും, ഓടിക്കും. ശരീരം മുഴുവൻ ഇവൾക്ക് ഇച്ചിരി വെള്ളം, ഇവൾക്ക് ഇച്ചിരി വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കാൻ പറയുന്ന അച്ഛൻ. നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒന്ന് പ്രാർത്ഥിച്ചു കൊടുക്കും. ഇച്ചിരി വെള്ളം ഒന്ന് അച്ഛൻ്റെ കയ്യിലോട്ട് കൊടുക്കും. സ്റ്റെപ്പൊക്കെ ഓടി കയറിക്കും. കർത്താവിന്റെ ബലമാണ് നിനക്ക് കിട്ടിയേക്കുന്നത്. ആ അത്രേ ഉള്ളൂ. Through the power of exorcism, ഓരോ മക്കളും സൗഖ്യമായി. എന്നാ പറ്റിയത്? മുട്ടിനാ പ്രശ്നം. കർത്താവേ, ഈ അമ്മയെ അങ്ങ് തൊടണമേ. നിങ്ങളുടെ ശക്തി കൊണ്ട്, നിങ്ങളുടെ ശക്തി കൊണ്ട്. ഓ, ഇവിടെ മുഴുവൻ കർത്താവിന്റെ ശക്തി സജീവമായിട്ട്, കർത്താവിന്റെ ശക്തി സജീവമായിട്ട് നിൽക്കുക. വിളിച്ചോ, വിളിച്ചോ, ഉറച്ചു വിളിച്ചോ. എൻ്റെ കർത്താവേ, എൻ്റെ അടുത്ത് വരണേ, എന്നെ തൊടണേ. വിളിച്ചേ. ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. എനിക്ക് ഏറ്റവും സന്തോഷം എന്നാന്നറിയോ? എനിക്ക് ഏറ്റവും സന്തോഷം ആ നിൽക്കുന്ന മനുഷ്യനാണ്. കൊട്ടാരത്തിലെ ഓനച്ചന്റെ വലിയ മാനസാന്തരത്തിന്റെ സാക്ഷ്യമാണ് എനിക്ക്. എൻ്റെ അപ്പൻ്റെ അനുജനാ. കുടിയെന്നൊന്നും പറഞ്ഞാൽ സാധാരണ കുടിയല്ലായിരുന്നു. കർത്താവിന്റെ കൈ അങ്ങ് വന്ന് തൊട്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കെല്ലാം കർത്താവിന് വേണ്ടി നിൽക്കണം കുടുംബമായിട്ട്. അതാണ് വലിയ വാഞ്ചയും ആഗ്രഹവും. ആൻറ്റിയുടെയും പിള്ളേരുടെയും വലിയ പ്രാർത്ഥനയായിരുന്നു. ഇത്ര വർഷങ്ങളായിട്ടുള്ള പ്രാർത്ഥന. കർത്താവ്, ഓ ജീസസ്, ആ കരുണയുടെ വർഷിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് വിളിച്ചു. അങ്ങേ പോലെ ആരുമില്ല കർത്താവേ. ആ നീല 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 ഉടുപ്പിട്ട ചേച്ചി എഴുന്നേറ്റോ, എഴുന്നേറ്റോ, ഓടിവാ.
എന്നാത്തിന് വേണ്ടി അവിടെ നിന്ന് പ്രാർത്ഥിച്ച്? ഈ അസ്ഥി ചേരുന്നിടത്ത് ബലം നഷ്ടപ്പെടുക അല്ലേ? ബലം പോവുക, മസിലുകളുടെ ബലം പോയിക്കൊണ്ടിരിക്കും. മസ്കുലർ ഡിസ്ട്രോഫിയാണ്. അച്ഛാ, ഇത് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് അച്ഛൻ നിന്നാ. മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞ മാരകമായ രോഗം. അതിന്റെ പ്രശ്നം മസിലുകൾക്ക് ബലം നഷ്ടപ്പെടുക. നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് നോക്കിക്കേ, ഞാൻ ഈ ഒരു കുറഞ്ഞ സമയത്തിനകത്ത് 100 കണക്കിന് മസ്കുലർ ഡിസ്ട്രോഫി ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അമേരിക്കയിലെ ന്യൂയോർക്കിൽ മീറ്റിംഗ് നടന്നപ്പോൾ സ്റ്റോണി പോയിന്റ് എന്ന് പറയുന്ന അമേരിക്കയിലെ സ്ഥലത്ത് നമ്മുടെ മറിയൻ റിട്രീറ്റ് സെന്ററിൽ മീറ്റിംഗ് നടന്നപ്പോൾ അവിടെ മസ്കുലർ ഡിസ്ട്രോഫി ആയിട്ടുള്ള ഒരു സിസ്റ്ററെ കൊണ്ടുവന്ന സിസ്റ്റർ സൂസൻ, അവളെ ഒന്ന് അത്ഭുതകരമായിട്ട് കർത്താവ് അവിടെ തൊട്ടു. ഇന്ന് നിന്നോട് ഉറപ്പിച്ചു പറയുക, ഈ ഇറങ്ങി വന്നിരിക്കുന്ന അഭിഷേകം നിന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തുക. തിരിഞ്ഞു വന്നു. Through the power of exorcism, in the name of Father, Son and the Holy Spirit, to be healed. ഇവരവിടെ ഇരുന്നപ്പോൾ അസ്ഥിയോട് ചേരുന്നിടത്തേക്ക് ശക്തി വരുന്നു എന്ന് പറഞ്ഞു. അതാ ഞാൻ വിളിച്ചത്. നമുക്ക് വിളിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചോ, കൊതിയോടെ പ്രാർത്ഥിച്ചോ. മുളിച്ചേച്ചി വന്ന് പിടിച്ചു. ഹല്ലേലൂയ. കാരുണ്യത്തിന്റെ കടലെ ഇറങ്ങി വരണമേ എന്ന് വിളിച്ചോ. ദിവ്യ സാന്നിധ്യമേ, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. 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 ആരാണ് ആ വ്യക്തി? തലവേദന വന്നു കഴിഞ്ഞാൽ വോമിറ്റ് ചെയ്തിട്ടെ എനിക്ക് തലവേദനയ്ക്കകത്തുനിന്ന് മോചനം വരികയുള്ളൂ. അതൊരു സാധാരണ തലവേദനയല്ല, കൊല്ലാൻ കൊണ്ടുപോകുന്ന വേദന. എനിക്ക് വൊമിറ്റ് ചെയ്തിട്ട് 2-3 ദിവസത്തേക്ക് അത് നിൽക്കുള്ളൂ. പക്ഷേ എനിക്ക് വൊമിറ്റ് ചെയ്തിട്ടല്ലാതെ ഈ തലവേദനയ്ക്ക് ശമനം ഉണ്ടാകത്തില്ല. ആരാണ് ആ വ്യക്തി? ഒന്ന് കൈ ഉയർത്താമോ? ഓടിവാ. 19 വർഷം, 1-2 വർഷമല്ല, 19 വർഷം വലഞ്ഞു. എന്നാലിന്ന് അമ്മ യേശു തൊടുവാട്ടോ. എൻ്റെ അമ്മ യേശു തൊടുവാ. അമ്മ യേശു തൊടുവാട്ടോ. എന്നോട് പറഞ്ഞു ആ വ്യക്തി ഇന്ന് വിളിച്ചില്ലെങ്കിൽ, ഇന്ന് ഇറങ്ങിയപ്പോ ഇങ്ങനെ പറഞ്ഞോണ്ടാ ഇറങ്ങിയേ, ജീവിക്കുന്നൊരു ദൈവം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിടുവിക്കാത്ത എന്നാ പറഞ്ഞില്ലേ? എല്ലാ ദിവസവും അതുപോലെ തലവേദനയുണ്ട്. മാത്രമല്ല ഇവരുടെ വീട്ടിൽ തന്നെ വേറൊരു വ്യക്തി ഇവിടെ ഉണ്ട്.
കൈയുടെ ഷോൾഡറിന്. ഈ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇവിടെ? എന്റെ ആങ്ങളുടെ ഭാര്യയാണ്. നിങ്ങളുടെ ഇവിടെ എല്ലാം ഇവരുടെ വീട്ടില് കൈയുടെ ഷോൾഡറിന് ഈ പുറത്തൊരു മിന്നല് കുറെ നാളുകൾക്ക് മുമ്പ് ഉണ്ടായിട്ട് ഈ ഒരു കൈയുടെ ഷോൾഡറിന് തകർച്ച സംഭവിച്ചിരിക്കുന്ന. ഇല്ല, കറക്റ്റായിട്ട് ആ വ്യക്തിയുടെ പേര് കർത്താവ് പറയുന്നു. ജോയ് ചേട്ടൻ. നിങ്ങളുടെ വീട്ടിലൊരു ജോയ് ചേട്ടൻ ഉണ്ടോ? എന്റെ ഭർത്താവിന്റെ പേര് ജോയി. അയാൾക്ക് ഈ പുറത്ത് മിന്നലിന്റെ പ്രയാസം ഉണ്ടോ? ഉണ്ട്. നടുവേദനയുണ്ട്. സൗഖ്യമാകുന്നു. കരമടിച്ച് യേശുവിന് ആരാധന കൊടുത്തു. ജോയ് ചേട്ടന്റെ മേൽ. അച്ഛൻ്റെ അടുത്തോട്ട് ഓടിച്ചെന്ന് മുട്ടുകുത്തിക്കോ. സൗഖ്യം നടക്കുക. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും കാണേണ്ടവര് കണ്ടോ? 18 വർഷത്തെ മുഖം അഴിയുക അവിടെ. കരം നീട്ടി ആ മകളുടെ സങ്കടത്തിൽ പങ്കുചേർത്ത് പ്രാർത്ഥിച്ചു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ. ഓടി വാ നിന്നെ സാക്ഷ്യപ്പെടുത്തി കർത്താവ് പറയുന്നു കേട്ടോ. ജീവിതത്തിൽ ഒരിക്കലും ഇനി പ്രയാസം വരികയില്ല. അതിന്റെ സകല മുഖങ്ങളെ എന്റെ കർത്താവ് പൊട്ടിച്ചെറിഞ്ഞിരിക്കുന്നു. നമുക്ക് വിജയത്തിന് കരമടിച്ച് നന്ദി പറയാൻ കർത്താവിന്. കേട്ടോ ചേച്ചി, ജോയ് ചേട്ടന്റെ ഫോൺ നമ്പർ ഉണ്ടോ കയ്യില്? ഉണ്ടോ? ജോയ് ചേട്ടനെ ആ പുറത്ത് പോയിട്ടൊന്ന് ഫോൺ ചെയ്യാമോ? പുറത്ത് മിന്നല്, അത് നട്ടലിന്റെ ഇടയില് 2 കക്ഷേരിക്കട്ട ഇടയിൽ നിന്ന് ഇങ്ങനെ മേളിലേക്ക് പോവുക മിന്നല്. ആ പാവത്തിന് അത് ഏതോ ഒന്നിന്റെ പുറകെ ഓടിയതാണല്ലോ. പുറകെ ഓടി ഒരു വീഴ്ചയിലൂടെ സംഭവിച്ചതാ ഇതല്ലേ? എന്റെ ദൈവമേ, ഇപ്പം ആ ചരിത്രത്തെ ദൈവം മാറ്റിമറിച്ചിരിക്കുന്നു. ജോയ് ചേട്ടനെ വിളിച്ചോ. ഫോൺ എടുത്തോട്ട് വാ. ഓടിച്ചല്ലേ, ഇപ്പൊ തന്നെ അവിടെ നടന്നു കഴിഞ്ഞു. അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ പുറത്തു പോക്കോ. ഇവിടെ ശബ്ദമാ. പുറത്തു പോക്കോ. അങ്ങോട്ട് പോയി വിളിച്ചോ. ദൂരി പോ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. കുറച്ച് വിളിച്ചോ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. എന്റെ കർത്താവും എന്റെ ദൈവവുമേ, അങ്ങയുടെ ശക്തി ഇവിടെ ഇറങ്ങി വന്ന് നിൽക്കുന്നല്ലോ. ഇപ്പൊ നമ്മൾ കണ്ടത് ഓരോരുത്തരും സൗഖ്യമാകുന്നതാ. പക്ഷെ ഈ പ്രാർത്ഥനയിൽ കൂട്ടസൗഖ്യങ്ങൾ നടക്കും. കൂട്ടസൗഖ്യങ്ങൾ. അതിനുവേണ്ടി മാനസികമായിട്ട് ഒരുങ്ങിക്കൊണ്ട് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ. യേശുവേ 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 സ്തുതിക്കാൻ തുടങ്ങിയോ. ലോകരാജ്യ വൻകരകളിലേക്ക് പ്രത്യേകിച്ച് ലൈവായിട്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര് ഇപ്പൊ തന്നെ സ്തുതിക്കാൻ തുടങ്ങിക്കോ.
ആരാധന ആരാധന. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ് എന്റെ കർത്താവേ. ഇടത്തെ കാലിലേക്ക് ശക്തി ഇറങ്ങി വരട്ടെ. യൂട്രസിനകത്തെ മുഴകള് അപ്രത്യക്ഷമാവട്ടെ. ബ്ലീഡിങ്ങുകള് സ്റ്റോപ്പാകട്ടെ. ലോകരാജ്യങ്ങളിലേക്ക് സൗഖ്യാത്മാവേ വ്യാപിക്കണമേ. സൗഖ്യത്തിന്റെ ആത്മാവേ വ്യാപിക്കണമേ. സൗഖ്യത്തിന്റെ ആത്മാവേ വ്യാപിക്കണമേ. പരിശുദ്ധാത്മാവേ വ്യാപിക്കണമേ. ഹാർട്ടിലെ ബ്ലോക്കുകളെ എടുത്തു മാറ്റണമേ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ജോലി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നവരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ചുള്ള സ്തുതി, ഒരുമിച്ചുള്ള സ്തുതി, ഒരുമിച്ചുള്ള സ്തുതി. വലിയ അത്ഭുതമാക്കണമേ, വലിയ അത്ഭുതമാക്കണമേ. വെള്ളഷട്ടിൽ ആ ചേട്ടൻ സൗഖ്യമായി. എഴുന്നേറ്റ ചേട്ടാ, ഒടിവാ ഒടിവാ. ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. കർത്താവിന്റെ മഹത്വം. ഓ, കരണ്ട് പാസ് ചെയ്യുന്ന പോലെ നട്ടല്ലീന്ന് ഈ ഒരു കാലിലേക്ക് വ്യാപിക്കുന്ന കണ്ടു. അതാ ഞാൻ വിളിച്ചത്. പറഞ്ഞോ പറഞ്ഞോ, ഉറച്ചു വിളിച്ചു. എന്റെ കർത്താവേ, ഈ സമയത്ത് സ്പർശിച്ചഴിച്ച് നട്ടലിലേക്ക്, ഹിരണിയായുടെ പ്രയാസത്തിലേക്ക് അങ്ങയുടെ ശക്തി ഒന്ന് വ്യാപിക്കട്ടെ. അങ്ങയുടെ ജീവനൊന്ന് വ്യാപിക്കട്ടെ. അയ്യോ, ഇങ്ങോട്ട് നോക്കി. ഒരു വലിയ കാരിസം ഇതിനകത്ത് ദൈവം ഇട്ടിട്ടുണ്ട്. അത് കുഴിച്ചു മൂടല് കേട്ടോ. വലിയ കാരിസം കേട്ടോ. ഭയങ്കര ഒരു ശുശ്രൂഷകനാണ് എൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് കർത്താവ് പറയുന്നു. ഒരുപാട് പേരെ കൈവച്ച് സുഖപ്പെടുത്താൻ വേണ്ടിയുള്ള അഭിഷേകമായി ഇന്ന് കർത്താവ് ഇതിനകത്ത് ജ്വലിപ്പിക്കുന്ന കേട്ടോ. ഹല്ലേലൂയ. ഒന്ന് ഉറച്ച് വിളിച്ച്. ചേച്ചി ജോയിച്ചേട്ടനെ വിളിച്ചോ? വിളിച്ചോ? ഫോൺ വിളിച്ചോ? നട്ടല്ലേ കർത്താവ് തൊട്ടോ? കുർബാനയുടെ മധ്യത്തിൽ ഇരിക്കുകയായിരുന്നു ഈ സമയത്ത്. ജോയ് ചേട്ടൻ ചേച്ചി ഇവിടെ നിന്നപ്പം കുർബാനയെ പങ്കെടുത്തോണ്ടിരിക്കുകയായിരുന്നു. സ്പർശനം കിട്ടി, അവിടെ കിട്ടി. കുർബാനയുടെ ശബ്ദം കാരണം പറഞ്ഞത് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. തിരിച്ചിങ്ങോട്ട് പറഞ്ഞ് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കുർബാനയുടെ വലിയ സാക്ഷ്യമാകട്ടെ. ചേച്ചി ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്? ആദ്യമായിട്ട് വരുന്നതാണ്. അത് എന്നാ പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്? എന്റെ ദൈവമേ, ഞാനിന്ന് തിരിച്ചു പോണേ, എന്റെ തലവേദന എടുത്തു മാറ്റിയിട്ടല്ലാതെ പോവല്ലെന്ന്. ഞാൻ ഒരു ടീച്ചറായിരുന്നു. ഈ റിട്ടയർ ആയതുള്ളൂ. ഞാൻ ജോലിക്കൊക്കെ പോകുന്ന സമയത്തില്ല ഈ തലവേദന കൊണ്ട് ഞാൻ ഒരുപാട് വലഞ്ഞിട്ടുണ്ട്. ഒരു യാത്ര പോലും ഞാൻ പോകാറില്ല. തലവേദന എടുക്കുന്നുണ്ട്. ഒരു യാത്രയും പോകത്തില്ല. ഇനി യാത്ര പോകണം കേട്ടോ. ചങ്ങനാശ്ശേരിക്ക് വരണം ഒരു ദിവസം കേട്ടോ. കരമൊന്നടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യും. ഇതിനകത്ത് കേട്ടോ കൈവശപ്പം കർത്താവിനോട് പറഞ്ഞു, എൻ്റെ അകത്തൊരു വലിയ കാരിസം പകർന്നിട്ടുണ്ട്. ഒരു വലിയ തീയാകട്ടോ അതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത്. എന്നെ കുഴിച്ചിടരുത്, കത്തിച്ചോണം. ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചോണം കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ആഞ്ഞു പിടിച്ച് പ്രാർത്ഥിച്ചോണം. പ്രാർത്ഥിക്കും. എന്നാ പേര്? ബെന്നി. ബെന്നി ചേട്ടൻ ഓർക്കുമ്പോൾ നമുക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചോണം കേട്ടോ. ഞാനിപ്പോൾ ഈ ബെന്തിക്കോസിൽ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ചുകൊണ്ട് ഒരുപാട് ശത്രുക്കളാണ്. ശത്രുദോഷം മാറാൻ വേണ്ടി ഒന്നും പ്രാർത്ഥിക്കണ്ട. എന്നാലും അങ്ങ് അവർ ഈ ഒരു വലിയ പരിജ്ഞാനം പ്രാപിക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും അങ്ങ് പ്രാർത്ഥിച്ചാൽ. എൻ്റെ യേശുവേ, വലിയ കരുണ ഈ സമയത്ത് എൻ്റെ മകൻ്റെ മേൽ പ്രത്യേകിച്ച് അവിടുന്ന് പകരണമേ. അവിടുത്തെ ഭയങ്കരമായ ശക്തി സകല. എന്നോട് കർത്താവ് പറയുന്നുണ്ടല്ലോ, സഹനം സൗഖ്യം, സഹനത്തിലൂടെ സൗഖ്യം, സൗഖ്യത്തിലൂടെ സഹനം. ഇങ്ങനെ ഈ വഴികളിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത്. സന്തോഷത്തോടെ പോയിക്കോ. ഹല്ലേലൂയ. ചില സമയത്തുണ്ടല്ലോ നമ്മളെ കർത്താവ് ഒന്ന് വിളിച്ച് അറ്റസ്റ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ
ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് നമ്മളെ വിളിച്ച് കർത്താവ് ഒന്ന് അറ്റസ്റ്റ് ചെയ്യുന്നതാണ്. നമുക്ക് തന്നെ സംശയമാവും ചിലപ്പോൾ എന്നിൽ ആ അഭിഷേകം ഉണ്ടോയെന്ന്. അപ്പോൾ കർത്താവ് ഇങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് നമ്മളെ അങ്ങ് അറ്റസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്തിട്ട് എന്നാ സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഇനി ഇവിടെ നിൽക്കുന്നേ, പോയിക്കൂടെ? സന്തോഷത്തോടെ പോയി. കരുണയ്ക്കായിട്ട് നന്ദി കർത്താവേ. കരമടിച്ച് നമുക്കൊന്ന് കർത്താവിന് നന്ദി പറയാം. കൂട്ടപ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. നമുക്ക് ഈ സ്റ്റെപ്പ് മാറിയതാ, ക്ഷമിക്കും. കൂട്ടപ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പോവാണേ. നമുക്ക് ഒരു മനസ്സോടെ കരമുയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഏക ആത്മാവിൽ ചേർന്ന് പറഞ്ഞു, ഏക ആത്മാവിൽ ഒരേ സ്വരത്തിൽ ഞങ്ങൾ ഈ സമയത്ത് വിളിക്കുന്നു, സർവശക്തനായ ദൈവമേ, എന്റെ ഉള്ളിൽ വാഴുന്നവനെ, സകല വിശുദ്ധരോട് ചേർന്ന്, ശ്ലൈഹിക വിശുദ്ധരോട് ചേർന്ന്, പൂർണ്ണ അധികാരത്തോടെ സഭയുടെ വിശ്വാസത്താൽ, അത് ആവർത്തിച്ച് പറഞ്ഞു, സഭയുടെ വിശ്വാസത്താലുള്ള ബലഹീനരായ ഞങ്ങളുടെ അവിശ്വാസത്തെ പുറത്ത് അവിടുത്തെ സഭയുടെ പരിപാവനമായ നൂറ്റാണ്ടുകളുടെ വിശ്വാസത്തിന്റെ ശക്തിയാല് എന്നെ തൊടണമേ. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞു പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ സമയത്ത് ലൈവായിട്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര് സുഖം പ്രാപിക്കട്ടെ. കറണ്ട് പാസ് ചെയ്യുന്ന പോലെ അവിടുത്തെ അദൃശ്യ ശക്തി റിലീസ് ആവട്ടെ, റിലീസ് ആവട്ടെ. Be released with the power of Jesus. Be released the power of Jesus. Be released the power of Jesus. ഞങ്ങളെല്ലാവരും കൂടെ ഈ സമയത്ത് അവിടുത്തെ ശക്തിയെ ലോക 5 വൻകരകളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേലേക്ക് റിലീസ് ചെയ്യുന്നു. യൂട്യൂബിലൂടെ കാണുന്നവര്, ഫേസ്ബുക്ക് ലൈവിലൂടെ പങ്കെടുക്കുന്നവര്, ഓരോ ശരീരങ്ങളുടെ മേലും ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചസ്വരത്തിൽ കരങ്ങളെ തട്ടി നമുക്ക് യേശുവിന് ആരാധന കൊടുക്കാം. മൂന്ന് കാര്യങ്ങൾ പൊതുവിൽ പറയട്ടെ. നമുക്ക് ഈ ആഴ്ച മുഴുവൻ മലബാറിലെ മീറ്റിംഗ് ആയിരുന്നു. തിങ്കളാഴ്ച തൃശ്ശൂർ, ചൊവ്വാഴ്ച വയനാട്ടില്, നിലമ്പൂര്, ബുധനാഴ്ച വയനാട്ടില്, വ്യാഴാഴ്ച ഇന്ന് വ്യാഴാഴ്ച അല്ലേ, ഇന്ന് വ്യാഴാഴ്ച ഇവിടെ ചെറുപുഴയിൽ, നാളെ ശനിയാഴ്ച കണ്ണൂര് നാളെ ശനിയാഴ്ചത്തെ മീറ്റിംഗ് നടക്കുന്നത് നമ്മുടെ കാൾടെക്സിലുള്ള ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ വെച്ചാണ്. കണ്ണൂർ ടൗണിൽ നമ്മൾ തലശ്ശേരിക്ക് തിരിയുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലുള്ള റൗണ്ട് അബൌട്ടിൽ തിരിയുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ വെച്ചാണ് മീറ്റിംഗ് നാളെ കണ്ണൂർ വെച്ച് നടക്കുന്നത്. കണ്ണൂർ നടക്കുന്ന മീറ്റിങ്ങിലേക്ക് നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു വിടാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് അവസരമായി മാറട്ടെ. നാളെ കഴിഞ്ഞാണ് നമുക്ക് കോഴിക്കോട് മീറ്റിംഗ് നടക്കുന്നത്. കോഴിക്കോട് മീറ്റിംഗ് നടക്കുന്നത് നളന്ദ ഓഡിറ്റോറിയത്തിലാണ്. എല്ലാ മീറ്റിങ്ങും രാവിലെ മുതൽ ഉച്ചവരെയാണ് നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് വന്ന് സംബന്ധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ലൈവായിട്ട് ശുശ്രൂഷയെ പങ്കെടുത്തുകൊള്ളുക. ലൈവായിട്ട് ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോഴും അത്ഭുതത്തെ സ്വീകരിക്കുക. ഫേസ്ബുക്ക് ഉള്ളവരെല്ലാം സജിത് ജോസഫ് എന്ന ഒഫീഷ്യൽ പേജ് ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക. യൂട്യൂബ് ഫെസിലിറ്റി ഉള്ളവരെല്ലാം ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ എന്ന യൂട്യൂബ് പേജ് സെർച്ച് ചെയ്യുക. ആ പേജിലൂടെ ശുശ്രൂഷകളെ വീക്ഷിക്കാനായിട്ട് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് ആയിരക്കണക്കിന് അത്ഭുതങ്ങളുടെ ജീവിക്കുന്ന കർത്താവിൻ്റെ പ്രവർത്തനങ്ങളുടെ സാക്ഷ്യങ്ങൾ കാണാൻ കഴിയും. അതിലൂടെ ജീവനെ സ്വീകരിക്കുക. വലിയ ഒരു ഡിസിഷനായിരുന്നു ഒക്ടോബർ മാസത്തിൽ എടുത്തത്. ആ തീരുമാനം പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നില്ല. ഒരു 6-7 വർഷത്തെ ഒരു കഠിന പഠനത്തിന് വിധേയമാക്കി കഴിഞ്ഞ് ഞാൻ ഇന്ന് അച്ഛനോട് പറയുമായിരുന്നു, ഒരിക്കലും എനിക്ക് ഞാൻ നിന്നിരുന്ന പെന്തക്കോസ്ത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയുകയില്ലാത്ത ഒരു വാക്യമായിരുന്നു. ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു അവരുടെ മേൽ ഊതി അവരോട് പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും. അപ്പം ഞങ്ങൾ അവിടെ ആയിരുന്നപ്പം ആ വാക്യം പ്രസംഗിക്കാറില്ല. കാരണം മനുഷ്യർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് പൗരോഹിത്യ അധികാരത്തിൽ പാപമോചനത്തിൻ്റെ അധികാരമുണ്ട് എന്നുള്ളത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയത്തില്ലായിരുന്ന ഒരു ഗ്രൂപ്പിലായിരുന്നു. എന്നാൽ ഇന്ന് വചനത്തിലെ ഒരു വാക്യം പോലും വ്യാഖ്യാനിക്കുന്നതിൽ സംശയമില്ലാത്ത അത്രയ്ക്കൊരു വലിയ ദൈവശാസ്ത്ര അടിത്തറയുള്ള ഒരു ഫൗണ്ടേഷനുള്ള
ഒരു കൂട്ടായ്മയിൽ അല്ലെങ്കിൽ അവിടുത്തെ ശരീരമാകുന്ന സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ വലിയ അഭിമാനം തോന്നുന്നു, സന്തോഷം തോന്നുന്നു. ആ കൂദാശ ജീവിതം അത് അതിൻ്റെ ഉള്ള ആനന്ദം ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് വലിയ അനുഭവമാണ്. പ്രത്യേകിച്ച് സെയിൻറ്റ് സെബാസ്റ്റ്യൻ്റെ തിരുനാളിനോട് ബന്ധപ്പെട്ട്, വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിനോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഞായറാഴ്ച തിരുനാളിൻ്റെ ആഘോഷത്തിൽ ഞങ്ങൾ രാവിലെ പള്ളിയിലായിരുന്ന വേളയിൽ അതൊരു പ്രത്യേക ഒരു അനുഭവമായിട്ട് തന്നെ, വിശുദ്ധൻ്റെ ഓർമ്മ ശരീരത്തിലും ജീവനിലും പകരുന്ന വലിയ ശക്തിയായിട്ട് തന്നെ അനുഭവിക്കുവാനായിട്ട് ഇടവന്നു. പ്രത്യേകിച്ച് ലൈവായിട്ട് ശുശ്രൂഷകൾ കാണുന്നവർ ഓർക്കുക, ഈ ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് എൻ്റെ ബിഷപ്പ് ഒരുമിച്ചുള്ള ഒരു ലൈവ് ശുശ്രൂഷ ലൈവായിട്ട് വരുന്നുണ്ട്. 7 മണി മുതൽ അത് ഫേസ്ബുക്ക് പേജിലൂടെയും യൂട്യൂബ് പേജിലൂടെയും അത് ലഭിക്കുന്നതായിരിക്കും. ഞായറാഴ്ച വൈകുന്നേരം 7 മണി മുതൽ എൻ്റെ ബിഷപ്പും ഞാനും കൂടെ ഒരുമിച്ച് ലൈവിൽ വരുന്ന ഒരു ശുശ്രൂഷ നടത്തപ്പെടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലൈവായിട്ട് ചിലപ്പോൾ എല്ലാവർക്കും കാണുവാനായിട്ട് കഴിയും. അത് പ്രത്യേകിച്ച് പ്രയോജനപ്പെടുത്തുവാനായിട്ട് ഓർപ്പിക്കുകയാണ്. അടുത്ത ശുശ്രൂഷകൾ ലൈവായിട്ട് ലഭിക്കുന്നത് നാളെ ആയിരിക്കും. നാളെ രാവിലെ 11 മണി മുതൽ ശുശ്രൂഷകൾ ലഭ്യമാകുന്നു. അത് പ്രയോജനമായി സ്വീകരിച്ചാട്ടെ. കരങ്ങളെ തട്ടി നമുക്ക് യേശുവിന് ആരാധന കൊടുക്കാം. സർവശക്തനായ